കർത്താവിന്റെ ദാസൻ ജോസഫ് ശ്രീവാർത്ത സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. ഞങ്ങൾക്ക് മുമ്പ് പരിചയമൊന്നുമില്ലെങ്കിലും കർത്താവിന്റെ നാമത്തിൽ നമുക്ക് ഒരുമിച്ച് അവനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം തന്ന എല്ലാ ശ്രേഷ്ഠ അനുഗ്രഹങ്ങളെ ഓർത്ത് ഈ രാത്രി സ്തോത്രം ചെയ്യുന്നു. ദൈവം എല്ലാവരെയും ഈ രാത്രിയിൽ ധാരാളമായി സഹായിക്കുമാറാകട്ടെ. പരിശുദ്ധാത്മാവ് ഈ രാത്രി നമ്മുടെ മീറ്റിങ്ങിനകത്തുണ്ട്. പരിശുദ്ധാത്മാവ് ഈ രാത്രി നമ്മോട് സംസാരിക്കും. വളരെ പ്രാർത്ഥന കൂടായിരിക്കാം. എല്ലാ കണ്ണുകളും ഒരു നിമിഷം ഒന്ന് അടയ്ക്കാം. വാക്തത്വ വിശ്വസ്തനായിരിക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഇന്ന് രാത്രിയിൽ ഒരു നിമിഷം എന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. അടഞ്ഞ വാതിലുകളെ തുറക്കാൻ കഴിവുള്ള നമുക്ക് വേണ്ടി ശ്രേഷ്ഠമായ ചില വാതിലുകളെ തുറക്കാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് എല്ലാവരും അല്പസമയം ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആത്മാവിന്റെ രാത്രി നമ്മോട് സംസാരിക്കട്ടെ. ആത്മാവ് രാത്രി നമ്മോട് സംസാരിക്കട്ടെ. ഒരു മാനുഷിക ശബ്ദം കേട്ട് മടങ്ങി പോകാനാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് വരേണ്ട ആവശ്യമില്ലായിരുന്നു. ഈ രാത്രി ദൈവശബ്ദം, നാളെ നടക്കേണ്ട ദൈവിക വിടുതലുകൾ ഇന്ന് രാത്രി ദൈവാത്മ പ്രഖ്യാപിക്കാൻ പോകുക. 7 ദിവസമായി ഏതോ പട്ടണത്തിനകത്ത് കറങ്ങി ഒറ്റപ്പെട്ട് കിടക്കുന്ന തന്റെ ജനത്തിനു വേണ്ടി ദൈവം വാഗ്ദത്ത വഴികളെ തുറന്നതുപോലെ ഒന്നും നടക്കത്തില്ല എന്ന് വിധി പറഞ്ഞെടുത്ത്, ഇനി പരിശ്രമിക്കണ്ട എന്ന് വിധി പറഞ്ഞെടുത്ത്, ഇനിയും ശ്രേഷ്ഠന്മാര് വന്ന് സ്വോത്രം കിണർ കുത്തിയിട്ട് അല്ലെങ്കിൽ കുഴി കുടിച്ചിട്ട് വെള്ളം കാണാത്ത സ്ഥലത്ത് നിങ്ങളൊന്നും ചെയ്യണ്ട, നിങ്ങൾ ഇവിടുന്ന് എക്സിറ്റ് ആകാൻ പറഞ്ഞ സ്ഥാനത്ത് ഒറ്റ രാത്രി കൊണ്ട് തന്റെ ജനത്തിനു വേണ്ടി ഉറവ തുറന്ന് പിറ്റേ പ്രഭാതമായപ്പോൾ ഏതോ പട്ടണം മുഴുവനും വെള്ളം കൊണ്ട് നിറഞ്ഞതുപോലെ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ അടുത്ത സെക്കൻഡുകളിൽ ദൈവം നമുക്കൊരു മറുപടി തരും. ആമേൻ, ഹല്ലേലൂയ. വിശ്വസിക്കുന്ന എല്ലാവരും അല്പസമയം പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ വളരെ ശക്തമായി നിങ്ങൾ ഇടപെടാൻ പോകുകയാണ്. എത്ര ദിവസമായി വെള്ളമില്ലാതെ ഭാരപ്പെടുന്നു, എത്ര ദിവസമായി പ്രാർത്ഥിച്ച് തൊണ്ട വരണ്ട് കിടക്കുകയാണ്, എത്ര ദിവസമായി പ്രതീക്ഷയോടെ ഇറങ്ങിയിട്ട് എവിടെയോ അടയപ്പെട്ട നിലവാരത്തിൽ ഭാരപ്പെടുന്ന ദൈവജനം ഇന്ന് രാത്രി ശ്രദ്ധിക്കുന്നുണ്ട്. അവരുടെ ദൈവാത്മ പറയുന്നു, ഒരു രാത്രി കൊണ്ട് തന്റെ ജനത്തിന്റെ കഷ്ടത മാറ്റി പിറ്റേ പ്രഭാതമായപ്പോൾ, വചനം ഇങ്ങനെ വായിക്കുന്നു, പിറ്റേ പ്രഭാതത്തിൽ രാവിലെ ഏതോ പട്ടണം മുഴുവനും വെള്ളം കൊണ്ട് നിറഞ്ഞെങ്കിൽ എത്ര പേര് വിശ്വസിക്കുന്നു എനിക്കറിയില്ല. ഈ രാത്രി ആത്മാവിന്റെ വലിയൊരു സാന്നിധ്യം ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. നിങ്ങൾ കാത്തിരുന്ന വിഷയത്തിന്റെ മറുപടി അടുത്ത പ്രഭാതത്തിൽ ഞങ്ങൾ കാണും, ഞങ്ങളുടെ കണ്ണുകൊണ്ട് കാണുമെന്ന് വിശ്വസിക്കുന്നവർ, അന്തരാത്മാവ് ചലിക്കുന്ന ദൈവമക്കൾ അല്പസമയ ശക്തിയോടെ കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞാട്ടെ, ഞാൻ കാണും, ഞാൻ ആ വിടുതൽ കാണാൻ പോകുക. എന്നോട് കൽപ്പിച്ച ഞാൻ ആയിരിക്കുന്ന പട്ടണത്തിനകത്ത് അടഞ്ഞതിനെ തുറക്കുന്നൊരു ദൈവ സാന്നിധ്യം ഈ രാത്രിയിൽ എന്റെ അകത്ത് ചലിക്കുന്നുണ്ടെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ സ്തോത്രം പറഞ്ഞ് ആമേൻ, ആമേൻ, ആമേൻ. അവന്റെ ശക്തിയോട് അല്പസമയം ആരാധിച്ചാട്ടെ. പിശാചിനെ അടയ്ക്കാൻ ഒരു സമയമുണ്ടെങ്കിൽ തമ്പുരാനെ തുറക്കാൻ ഒരു സമയമുണ്ട്. ഇന്ന് രാത്രി എവിടെയോ ചില ഉന്നതമായ വാതിലുകൾ തുറക്കപ്പെടാൻ പോകുക, എവിടെയോ ചില അടയപ്പെട്ടതിനെ തുറക്കാൻ പോകുക. മണ്ണ് കൊണ്ടടച്ച ഉറവകളെ ഇസഹാക്കിന് വേണ്ടി തുറന്നതുപോലെ ഇന്ന് രാത്രി തലമുറയ്ക്ക് വേണ്ടി ഉന്നതമായ ഡോറുകൾ, ഉന്നതമായ ചില വാതിലുകൾ, കരയുന്ന, പ്രാർത്ഥിക്കുന്ന, നിലവിളിക്കുന്ന, കാത്തിരിക്കുന്ന തന്റെ ഭക്തജനത്തിന് വേണ്ടി ഇന്ന് രാത്രി ആഴിയുടെ ഉറവിടങ്ങൾ ഏത് രാജ്യത്തായാലും, എവിടെ കെട്ടപ്പെട്ട് കിടന്നാലും, എവിടെ ബന്ധിക്കപ്പെട്ട് കിടന്നാലും പ്രാർത്ഥിക്കുന്നവന്റെ ഉള്ളറ ചലിക്കുന്ന രാത്രിയാ, പ്രാർത്ഥിക്കുന്നവന്റെ അകം ചലിക്കുന്ന രാത്രിയാ. ആരതരം തുറന്ന് പ്രതികരിക്കുന്നു അവർക്കും ഇത് ഉന്നതമായ വാതിൽ, ഇന്നുവരെ കാണാത്ത അസാധാരണ വാതിലുകൾ ഇന്ന് രാത്രി തുറക്കുമെന്ന് പറഞ്ഞാൽ ആത്മനിയോഗത്തോടെ അല്പസമയം ശക്തിയോടെ അവന് ആരാധന കൊടുത്താട്ടെ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ജനത്തെ നിന്റെ കരങ്ങളെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ രാത്രി സഹായിക്കണം. ദൈവത്തിന്റെ ഒരു മാറ്റമില്ലാത്ത സാന്നിധ്യം ഈ രാത്രി ഇവിടെ നടക്കണം. നിങ്ങളുടെ ദാസനെ, കുടുംബത്തെ അനുഗ്രഹിക്കുന്ന രാത്രി കടന്നു വന്ന എല്ലാവർക്കുമായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ നിരസിക്കാത്തൊരു നല്ല കർത്താവ് ഞങ്ങൾക്കുള്ളതിനായ സ്തോത്രം. ഈ രാത്രി കർത്താവ് അത്ഭുതം ചെയ്യണം, നന്മയ്ക്കാ ചെയ്യണം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാവരെയും ഈ രാത്രിയിൽ കർത്താവ് നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. എന്നെ പ്രത്യേകിച്ച് ക്ഷണിച്ചതിന് നന്ദി പറയുന്നു, എന്നെ ഓർത്തതിനാ നന്ദി പറയുന്നു, സ്ഥാപിച്ചു പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ. അപ്പോസ്തലപ്രവൃത്തി പുസ്തകം 28-ാം അധ്യായം 4-5 വാക്യങ്ങൾ ശബ്ദം ഉയർത്തി രാത്രിയിലെ ചിന്തയ്ക്ക് ആധാരമായി വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി പുസ്തകം 28-ാം അധ്യായം 4-5 വാക്യം. വളരെ സുപരിചിതമായ ദൈവത്തിന്റെ വചനം, പലപ്പോഴും പ്രസംഗിച്ചതും പ്രസംഗം കേട്ടതുമായ വചനം, ദൈവനോട് ഇടപെട്ട ചില ആത്മീയ ദൂതുകൾ നിങ്ങളുമായിട്ട് രാത്രി ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. വായിച്ചാൽ ആ ജന്തു അവന്റെ കൈമേൽ തൂങ്ങുന്നത് ബർമ്മന്മാർ കണ്ടപ്പോൾ, ഈ മനുഷ്യൻ ഒരു കൊലപാതകന് സംശയമില്ല, കടയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതി ദേവി അവനെ ജീവിച്ചിരിപ്പാൻ സമ്മതിക്കുന്നില്ല എന്ന് തമ്മിൽ പറഞ്ഞു. അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു. നല്ല സമയത്തിനായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രാർത്ഥന കൂടെ ഈ രാത്രിയില് കർത്താവിന്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. ദൈവത്തിന്റെ ആത്മാവ് ഈ രാത്രിയിൽ അസാധാരണമായി നമ്മളെ ഉപയോഗിക്കും. ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി ഈ രാത്രിയിൽ നമ്മുടെ നടക്കും. കടന്നു വന്ന എല്ലാവരും വളരെ പ്രാർത്ഥനയുടെ കൂടെ നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കാം. വചനം വായിച്ചത്, ആ ജന്തു അവന്റെ കൈമേ തൂങ്ങുന്നത് ബർബരന്മാർ കണ്ടു. ബർബരന്മാർക്കറിയാം ഉടനെ ഒരു മരണം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ബർബർമാർക്കറിയാം ഇത് പൗലോസിന്റെ സ്ഥലമല്ല, ഇത് അണലിയുടെ സ്ഥലമാണ്. ബർബർമാർക്കറിയാം ഇവിടെ പാദം ചവിട്ടവരൊന്നും അധിക ദിവസം നിന്നിട്ടില്ല, രക്ഷപ്പെട്ടിട്ടില്ല, പെട്ടെന്ന് ജീർണിച്ച് വീണ് ചത്തുപോകുന്ന ഒരു മണ്ണാണിത്. മരണം വിധിക്കപ്പെട്ട സ്ഥാനത്ത്, മരണം വിളയാടിയ സ്ഥാനത്ത് ഇതൊരു പൗലോസിന്റെ മിനിസ്ട്രിക്ക് ദൈവം തുടക്കം കുറിക്കുക. ഈ പ്രത്യേകമായിരിക്കുന്ന ശുശ്രൂഷയിൽ പ്രസംഗിക്കണമെന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് തന്നത് ചില വഴികളെ കർത്താവ് ഇന്ന് രാത്രി തുറക്കാൻ പോവാ. ഹല്ലേലൂയ. കർത്താവ് ശ്രേഷ്ഠമായതിനെ കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിൽ തുറക്കാൻ പോവുക. വചനം വായിക്കുന്നത്, ആ ജന്തു അവന്റെ കൈമേ തൂങ്ങുന്നത് ബർബരന്മാർ കണ്ടു. ബർബരന്മാർ കണ്ടു. ഇവര് നോക്കി നിൽക്കുന്ന അവർക്കറിയാം ഉടനെ പൗലോസ് വീണ് ചത്തു. ചിലരെ നോക്കി ദൈവാത്മ പറയുന്നു, മരണം വിധിക്കപ്പെട്ടെടുത്തും ദൈവം തന്നെ ഇവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നത് ഒരു ഭയങ്കര ശുശ്രൂഷയെ കൈമാറ്റം ചെയ്യാനാണ്. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ശുശ്രൂഷയെ ദൈവത്തിന്റെ ആത്മാവ് ചിലരെ മേൽ ഇന്ന് രാത്രിയിൽ കൈമാറ്റം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതിനർത്ഥം മരണ ഡേറ്റ് പിശാച് കുറിച്ചെങ്കിലും തമ്പുരാൻ പറയുന്നു, ഇവിടം കൊണ്ട് നിന്റെ യാത്രയ്ക്ക് ആരംഭം ദൈവം കുറിക്കാൻ പോകുക. ചില വഴികളെ അടച്ച്, ചില വാതിലുകളെ അടച്ച്, ചില അധപ്പതനം കാണാൻ കൊതിച്ചിരിക്കുന്ന നടുവിൽ കർത്താവ് ഇന്ന് രാത്രി തന്റെ ജനത്തിനു വേണ്ടി സ്വർഗം ഇന്ന് രാത്രിയിൽ ഒരു അത്ഭുതം ചെയ്യാൻ പോകുക. അനവധി ലേഖനം എഴുതേണ്ടവന്റെ കയ്യിലൊക്കെ ഇവൻ ചുറ്റിയത്. ആമേ, അനേക ദൈവപ്രവർത്തിക്ക് ഇവിടെ കരം വെക്കേണ്ടവനെ ഇവൻ ചുറ്റിയത്. ഇന്ന് രാത്രി പരിശുദ്ധാത്മ ചിലരെ നോക്കി പറയുകയാണ്, വാഗ്ദത്തം ഒരുവന്റെ മേലുണ്ടെങ്കിൽ ഇത് അവസാനമല്ല, ഇത് തുടക്കമാണ്. എത്ര പേര് ആമേൻ പറയും? ഹല്ലേലൂയ. ഇത് അവസാനമല്ല, ഇത് തുടക്കമാണ്. ചില തുടങ്ങാൻ പോകുക, ചില ദൈവപ്രവർത്തിക്ക് തുടക്കം കുറിക്കാൻ പോകുക. ആമേൻ. തകർച്ച കാണാൻ വേണ്ടി നോക്കി നിൽക്കുന്നവരുടെ നടുവിൽ ദൈവത്തിന്റെ ആത്മ പറയുന്നു, നീ തകരത്തില്ല, നീ വീണു പോകത്തില്ല, നിന്നെ കൊണ്ട് ദൈവം ചിലതിനെ ആരംഭിക്കാൻ പോവാന്ന് പറഞ്ഞാൽ അകക്കണ്ണ് തുറക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് പറ, എന്നെ കൊണ്ട് സകലതും അവസാനിച്ചു എന്ന് പറഞ്ഞെടുത്ത് എന്നെ കൊണ്ട് ദൈവം ചിലതിനെ തുടങ്ങിപ്പിക്കുവാൻ ദൈവത്തിന് ഇന്ന് രാത്രി പദ്ധതിയുണ്ടെന്ന് ഉറപ്പുള്ളവർ ഇന്ന് രാത്രി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ആമേൻ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നൊരു ദൈവത്തിന്റെ വചനമാ. ആമേൻ, സ്തോത്രം. ആ ജന്തു കൈമേൽ തൂങ്ങുന്നത് ബർബരമാർ കണ്ടു. ഈ ബർബരമാർക്ക് അറിയാം ഇവിടെ ഭയങ്കര വെല്ലുവിളിയുള്ള സ്ഥലമാണ്. ആമേൻ. ഇവരെ നാളുകളായിട്ട് ഇവിടെ പാർക്കുന്ന ആൾക്കാരെ ഒരു ഭക്തന്മാർ ഇവിടെ വന്ന് രക്ഷപ്പെടത്തില്ല. ഒരു ദൈവദാസന്മാരും അധിക ദിവസം ഇവിടെ വന്ന് പ്രസംഗിക്കാറില്ല. ഒറ്റ ദൈവദാസന്മാർ ഇവിടെ വന്ന് അധിക ദിവസം വന്ന് ലാൻഡ് ചെയ്യാറില്ല. വന്നതുപോലെ തിരിച്ചുവിടുന്ന ഒരു വല്ലാത്ത വ്യാപാരം, വിളംബരം കൊള്ളുന്ന നാട്ടിലേക്ക് ഇത് പൗലോസ് വന്നത്. ചിലരെ നോക്കി പരിശുദ്ധൻ പറയുന്നു, ആർക്കും ചെയ്യാൻ കഴിയാത്ത ചിലതിനെ ചെയ്യിപ്പിക്കാൻ, ആരോടും ഇടപെടാത്ത ചില കാര്യത്തെ ഇടപെടുത്താൻ ഇന്ന് രാത്രി ചിലരെ മേൽ അസാധാരണമായിരിക്കും ഒരു ദൈവകൃപ ഇറങ്ങാൻ പോകുക. ആമേൻ. അസാധാരണമായി എല്ലാവരും ചെയ്ത പോലല്ല, എല്ലാവരും പറഞ്ഞതുപോലല്ല, അസാധാരണമായ ചില ദൈവപ്രവർത്തികൾ നമ്മുടെ ലൈഫിനകത്ത് ദൈവാത്മാവ് ചെയ്യുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ എൻ്റെ മനസ്സിനകത്ത് ഓടി വരുന്നൊരു വേർഡുകളാണ് ഇതൊക്കെ. അസാധാരണമായി ഞാൻ പലപ്പോഴും പ്രസംഗിച്ചു വിടാനുള്ള ദൈവത്തിന് വചനമാണെങ്കിലും നമ്മളെ ഒരു സാധാരണ ലെവലിലല്ല ദൈവം കണ്ടിരിക്കുന്നേ, ഒരു അസാധാരണ ലെവലിലേക്ക് മാറ്റാൻ ദൈവം ആഗ്രഹം. എത്ര പേര് ആമേൻ പറയും? ആമേൻ. 2025 ഒരു അസാധാരണമായ ദൈവം ഉപയോഗിക്കാൻ പോകുക. ഒന്നുകൂടെ ഞാൻ പറയാം. ആമേൻ. സ്വതന്ത്ര ഒരു സാധാരണ കാര്യമാണ് അണല് കയ്യെ ചുറ്റുക എന്നുള്ളത്.
അണലി കയ്യെ ചുറ്റുക എന്നുള്ളത് ഒരു സിമ്പിൾ കാര്യമാണ്, ഒരു സാധാരണ കാര്യമാണ്. എന്നാൽ അസാധാരണ കാര്യം ഞാൻ പറയാം. അണലി കയ്യെ ചുറ്റിക്കിട്ടും വിഷം കുത്തിക്കിട്ടും ജീവനോടെ പുറത്തു വന്നതാണ് അസാധാരണ കാര്യം എന്ന് പറയുന്നത്. എത്ര പേരാമേ പറയും? ഹല്ലേലൂയ. എന്തൊക്കെ പ്രശ്നങ്ങൾ നിനക്കതിനെ പലർക്കും വന്നു, പക്ഷെ ഇന്ന് ജീവനോടെ അതിനെ ശേഷിപ്പിച്ചത് ഒരു അസാധാരണ കാര്യമാണെന്ന് എത്ര പേർക്ക് ഇന്ന് രാത്രി ഉറപ്പുണ്ട്? ആ ലെവലിലേക്ക് ഇന്ന് രാത്രി കർത്താവിൽ ഉപയോഗിക്കാൻ പോകുകയാണ്. ആമേൻ, ആമേൻ. കർത്താവ് രാത്രി ചിലരുടെ ഇടപെടുകയാണ്. നിങ്ങളെ അസാധാരണമായ വിധത്തിൽ ദൈവം ഉപയോഗിക്കാൻ പോവാ. അസാധാരണ, ഒരു സാധാരണ ലെവലിലേക്കല്ല മേരിക്കുട്ടി ആന്റി, കേട്ടോ. പ്രാർത്ഥിച്ചോ. കർത്താവിന്റെ ആത്മാ പറയുന്നു, ഒരു സാധാരണ ലെവലിലേക്കാണെങ്കിൽ നമ്മൾ എവിടെ പോകുന്ന സമയം കഴിഞ്ഞ്. പക്ഷെ ഒരു അസാധാരണ വിടുതല നടക്കാൻ പോകുന്നത്. അണലി കയ്യെ ചുറ്റിയത് സത്യമായ കാര്യമാ. പക്ഷെ ചുറ്റിയ അണലിയെ കുടഞ്ഞു കളഞ്ഞതും അസാധാരണ കാര്യമാ. ആമേൻ, ഹല്ലേലൂയ. കളയാൻ വേണ്ടി, മരിച്ചു വീഴാൻ വേണ്ടി ഇവൻ കയറി ചുറ്റിയതാണെങ്കിലും ഇവനെ കുടഞ്ഞു കളയാൻ അകത്ത് തന്നൊരു തീയുണ്ടല്ലോ. അതിനായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അകത്ത് തീയുള്ളവൻ തകരത്തില്ല, അകത്ത് തീയുള്ളവൻ വീണു പോകത്തില്ല, അകത്ത് തീയുള്ളവനെയും ദൈവം അഭിഷേകത്തോടെ നിർത്തുമെന്ന് ഉറപ്പുള്ളവർ രാത്രി കർത്താവിനെ നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ബർബരന്മാരൊക്കെ ചിന്തിച്ചത് ഇപ്പൊ വീണു പോകുമെന്ന്. ചിലര് നമ്മളെ കൊണ്ട് ചിന്തിക്കുന്നുണ്ട് ഇപ്പൊ തകർന്നു വീണു പോകുമെന്ന്, ഇനി അധിക നാൾ ഉണ്ടാകത്തില്ലെന്നൊക്കെ ചിന്തിക്കും. ചിലതിനൊക്കെ ഫുൾ സ്റ്റോപ്പ് ഇടാൻ ചിന്തിക്കുന്നുണ്ട്. എന്നാൽ അവിടെ നടുവിൽ ഇന്ന് രാത്രി നമ്മൾ അതിരം തുറക്കുമ്പോൾ നമ്മൾ അസാധാരണമായി, എല്ലാവരും പറഞ്ഞാട്ടെ, എല്ലാവരും വചനം വച്ച് നാമയും പറഞ്ഞാട്ടെ, അസാധാരണമായി കർത്താവ് രാത്രി ഉപയോഗിക്കാൻ പോകുക. എല്ലാവരും ഉപയോഗിച്ച പോലല്ല, ദൈവം എന്നെ അസാധാരണം ഉപയോഗിക്കാൻ പോകുക. ആമേൻ. പ്രാരംഭത്തിൽ പറഞ്ഞു വന്നൊരു ദൈവത്തിന്റെ വചനമുണ്ടല്ലോ. നമുക്കറിയാം, ഏതോ പട്ടണത്തിനകത്ത് 7 ദിവസം ഇസ്രായേൽ മക്കൾ ഇങ്ങനെ ചുറ്റി നടക്കുക. ഇവർ വളരെ പ്രതീക്ഷയോടെ ഇറങ്ങിയതാ, വളരെ പ്രതീക്ഷയോടെ ഇറങ്ങിയതാ. ഇവിടെങ്കിലും വന്ന് രക്ഷപ്പെടുമെന്ന് വിചാരിച്ച പ്രതീക്ഷയോടെ ഇറങ്ങിയവൻ ഏതോ പട്ടണത്തിൽ വന്നപ്പോൾ 7 ദിവസമായി കുടിവെള്ളം കിട്ടാതെ, നാവ് നനയ്ക്കാൻ വെള്ളമില്ലാതെ ഭാരപ്പെട്ട്. ചിലരുടെ ദൈവത്തിന്റെ ആത്മ പറയുന്നു, പ്രതീക്ഷയോടെ നീ ഇറങ്ങിയതാ, പക്ഷെ എവിടെയോ നീ ബ്ലോക്കായി കിടക്കുക. ആമേ. പ്രതീക്ഷയോടെ നീ കാൽപാദം എടുത്തു വെച്ചതാ, എവിടെയോ നീ ബ്ലോക്കായി കിടക്കുക. ദൈവാത്മ ചിലരെ ഇന്ന് രാത്രി തൊടാൻ പോകുക. പ്രതീക്ഷയോടെ ഇറങ്ങിയതിനെ ആമേ സ്തോത്ര പ്രതീക്ഷ തന്ന് മാനിക്കാം ദൈവം ഈ രാത്രി വിശ്വസ്തന. അല്പനാളത്തേക്ക് വഴിയടഞ്ഞാല് നിനക്ക് വേണ്ടി ശ്രേഷ്ഠമായി ഇതിനെ ദൈവം തുറക്കാൻ പോവാ. നടക്കത്തില്ലെന്ന് പറഞ്ഞെടുത്ത് ചിലതിനെ ദൈവം നടപ്പിലാക്കാൻ പോവാ. ഓ റാബ ഷെഖാന റമാന ഗസിയ റിമാന. അസാധ്യകളെ നോക്കിക്കൊണ്ട് ദൈവാത്മ പറയുന്നു, ചില സാധ്യതകളുടെ ലിസ്റ്റിലേക്ക് നീ കയറാൻ പോവാ. ആമേൻ. ഒരു സാധ്യതകളുടെ ലിസ്റ്റിലേക്ക് കയറാൻ പോകുക. നിന്റെ പ്രതീക്ഷ കൈവിടണ്ട. നിനക്ക് ഏതോ മിത്തന വഴി തുറക്കാൻ പോകുക. നീ ആയിരിക്കുന്ന പട്ടണത്തിനകത്ത് വെച്ച് തന്നെ നിനക്ക് വേണ്ടി ചില ഉറവകളെ തുറക്കാൻ എന്റെ ദൈവം വിശ്വസ്തനെന്ന് ആമേ അന്തരാത്മാവ് വിശ്വസിക്കുന്ന ദൈവമൊക്കെ ദൈവത്തെ നന്ദി പറഞ്ഞിട്ട് പറ. എന്നും ഇത് അടഞ്ഞു കിടക്കത്തില്ല, ഇത് തുറക്കാൻ സമയമായതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുകയാ. ഏതോ പട്ടണത്തിനകത്ത് വലിയ പ്രതീക്ഷയോടെ വന്ന പാദം ചവിട്ടിയ തന്റെ ഭക്തന്മാർ വെള്ളമില്ലാതെ ഭാരപ്പെട്ടപ്പോൾ ആമേൻ, അന്ന് ഒരു ഭക്തൻ പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ ആ വചനം വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിച്ചത്, പണ്ട് ഏലിയാവിന്റെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഏലിസ എന്നൊരു പ്രവാചകൻ ഈ പട്ടണത്തിൽ എവിടെയോ ഉണ്ട്. ആ ദൈവദാസനെ ചെന്ന് കണ്ടാൽ നമുക്ക് ചില ദൈവ സന്ദേശം കേൾക്കാം. ഇന്ന് രാത്രി ദൈവാത്മ പറയുന്നു, പ്രവചന സന്ദേശം, ദൈവത്തിന്റെ ആലോചന കേട്ടിട്ട് മൂവ് ചെയ്തവരെ പരാജയപ്പെടുത്താതെ ദൈവം നിർത്തും കേട്ടോ. ദൈവശബ്ദം കേട്ടാണ് ഇറങ്ങിയതെങ്കിൽ നീ തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ചിലരുടെ ദൈവത്തിന്റെ ആത്മാ പറയുന്നത്, ദൈവശബ്ദത്തിന്റെ മുമ്പാകെ ചെവി ചായ്ച്ചിട്ട് ഇറങ്ങിയെങ്കിൽ നീ നിരാലംബപ്പെടാൻ അനുവദിക്കത്തില്ല. കുടുംബത്തിനകത്ത് പോലും പലരും നിനക്ക് വിരോധികളാകുമ്പോൾ ആമേൻ, നീ വാക്തത്വം കേട്ടില്ല, നിന്റെ ആഗ്രഹത്തെ നിഷ്ഫലമാക്കി മാറ്റുമ്പോൾ ദൈവാത്മ ചിലരെ നോക്കി പറയുകയാണ്, നീ പ്രാപിച്ച വിശ്വാസത്തിനകത്ത് നിൽക്കുന്ന തന്റെ കുഞ്ഞുങ്ങളുടെ ദൈവാത്മ പറയുന്നു, നീ കേട്ട ശബ്ദം ദൈവശബ്ദമെങ്കിൽ നിനക്ക് വേണ്ടി ഇവിടെ ഉറവ തുറക്കപ്പെടാൻ പോകുക. ആമേൻ. നിനക്ക് വേണ്ടി ഇവിടെ വഴികൾ തുറക്കപ്പെടാൻ പോകുക. എന്നും അടഞ്ഞിരിക്കുകയില്ല. ഈ രാത്രിയിലും ദൈവാത്മാവ് തന്റെ ജനത്തിന് ഇവിടെ തുറക്കുമെന്ന് പറഞ്ഞാൽ എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ട്? ഇന്നലെ വരെ അടഞ്ഞു കിടന്നതിന്, ഇന്നലെ വരെ ഒതുങ്ങിക്കിടന്നതിന് ഇന്ന് രാത്രി എനിക്ക് വേണ്ടി തുറന്ന് നാളെ ഞാൻ ആ വിടുതൽ കാണുമെന്ന് എത്ര പേർക്ക് ഇന്ന് രാത്രി ഉറപ്പുണ്ട്? ഉറപ്പുള്ളവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്.
ആമേ. 7 ദിവസമായി വെള്ളമില്ലാതെ ഭാരപ്പെടുക. നമുക്കറിയാം, വെള്ളമില്ലാതെ ഒരല്പസമയം പോലും നമുക്ക് നയിക്കാൻ പറ്റത്തില്ല. 7 ദിവസമായിട്ട് വെള്ളമില്ലാതെ ഭാരപ്പെട്ട തന്റെ ജനം പ്രവാചകൻ എടുത്ത് എന്ന് ചോദിച്ചു, ദൈവദാസനെ, ഞങ്ങൾ ഇവിടെ വന്നിട്ട് 7 ദിവസമായി, യാതൊരു മാറ്റവുമില്ല, ഞങ്ങൾ ഇവിടെ ആകെപ്പാടെ പ്രയാസത്തില്ല. ദൈവദാസൻ പറഞ്ഞു, എന്താ പ്രവചനം എന്നറിയാമോ? ഈ താഴ്വരയിൽ നിങ്ങൾ അനേക കുഴികൾ വെട്ടണം. ആമേ, സ്തോത്രം. ആമേ, മഴ കാണത്തില്ല, കാറ്റ് കാണത്തില്ല, അതിനകത്ത് വെള്ളം നിറയും. അജിത്ത് വർഗീസ് പ്രാർത്ഥിച്ചാട്ടെ. ദൈവാത്ത പറയുന്നു, നിങ്ങളുടെ ലൈഫിനകത്ത് ദൈവാത്ത ഭയങ്കര ചേഞ്ചസ് തരാൻ പോവാ. ദൈവാത്ത പറയും, നടക്കത്തില്ലെന്ന് പറഞ്ഞെടുത്ത് ചിലരൊക്കെ നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ നാം നടത്തിപ്പെടാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് കേട്ടോ. ദൈവാത്ത പറയുന്നു, പലരും പരാജയപ്പെട്ട മണ്ണ, പലരും വീണുപോയ മണ്ണ, പലരും പരിശ്രമിച്ചിട്ട് ഒന്നും നടക്കാത്ത മണ്ണിനകത്ത് നിങ്ങളെ കൊണ്ട് ദൈവത്തിന് അത്ഭുതം ചെയ്യിപ്പിക്കാനുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ ആ ദൈവവേദനെ നോക്കി വ്യക്തമായി ദൂത് വിളിച്ചു പറയുന്നു. എത്രയൊക്കെ പിശാച് അടച്ചു കെട്ടിയാൽ ഇന്ന് രാത്രി ദൈവം നിങ്ങൾക്ക് വേണ്ടി ശ്രേഷ്ഠമായതിനെ തുറക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ ഇടപെടുകയാണ്. വിശ്വസിച്ച് കർത്താവിനെ നന്ദി പറഞ്ഞാട്ടെ. ആമേൻ. ഒറ്റ കാര്യം പറഞ്ഞില്ല, ഈ താഴ്വ അനേക കുഴികൾ വെട്ടണം, അനേക കുഴികൾ വെട്ടണം. പക്ഷെ മഴയും കാണത്തില്ല, കാറ്റും കാണും. ഇതെന്നെ പരിപാടിയാ, മഴയും കാണത്തില്ല, കാറ്റും കാണത്തില്ല. ആമേ. പക്ഷെ ഇത് രണ്ട് കാണാതെ ദൈവത്തിന്റെ പ്രവൃത്തി ഇവിടെ ഇറങ്ങിയത്. ഹല്ലേലൂയ. വചനത്തിൽ ഞാൻ വായിച്ചവർ മനസ്സിലാക്കാൻ സാധിച്ചത്, പിറ്റേ ദിവസം രാവിലെ ഏതോ പട്ടണം മുഴുവനും വെള്ളം കൊണ്ട് നിറഞ്ഞതാ. ഓ, രക്തം ജയമെടുക്കുന്നു, രക്തം ജയമെടുക്കുന്നു. ചില അഭിഷക്തന്മാരുടെ ദൈവത്തിന്റെ ആത്മാ പറയുന്നത് ചില സാധ്യതകൾ വെളിപ്പെടുത്താൻ പോവുക. വളരെ പ്രതീക്ഷയോടെയാണ് കാൽപാദം എടുത്തു വെച്ചതെങ്കിലും ഇന്നും മുന്നോട്ട് പോകാൻ കഴിയാതെ വഴിയടഞ്ഞു നിൽക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, സാധ്യതകൾ വെളിപ്പെടുത്തി, സാധ്യതകൾ വെളിപ്പെടുത്തി. ഇന്ന് രാത്രി ദൈവഭക്തന്മാർക്ക് അത്ഭുതം ചെയ്യുവാൻ ദൈവത്തിന്റെ ആത്മാ വിശ്വസ്തനായ ദൈവമാ. കർത്താവിന്റെ ദാസൻ ജെയിംസ് ടി.ജെ. കർത്താവിന്റെ ദാസനോട് പരിശുദ്ധാത്മാവ് പറയുന്നു, എന്തൊക്കെ തടസ്സങ്ങൾ അങ്ങയുടെ അഭിഷക്തന്റെ മുഖത്ത് നേരെ വന്നാല് ഇന്ന് രാത്രി ചിലതിനെ ദൈവം തുറന്നു കാണിക്കാൻ പോകുക. ആമേൻ. ഒരു തുറക്കപ്പെട്ട അധ്യായം വെളിപ്പെടാൻ പോകുക. ഉടകമന റഗലഘടക സംധനാലകസിയ അർത്ഥമാനവയുടെ പ്രബൽഖമാനഘടകസിയ. ദൈവദാസനെ ദൈവാത്മ പറയുക, ദൈവത്തിന്റെ ശബ്ദമുണ്ട് കുഴി തുറക്കുമെന്ന്, ദൈവത്തിന്റെ ശബ്ദമുണ്ട് വെള്ളം പുറപ്പെടുമെന്ന്, ദൈവത്തിന്റെ ശബ്ദമുണ്ട് കുഴിവെട്ടാനെന്ന് ഇന്ന് രാത്രി ദൈവാത്മ പറയുന്നു. വിശ്വാസത്തോടെ പാദം വെച്ച ചില വിഷയത്തിനകത്ത് ദൈവത്തിന്റെ മഹത്വം അങ്ങയുടെ ദാസന ഈ ദിവസങ്ങളെ കാണുമെന്ന് ഈ രാത്രിയിലും പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന ഏലിസ പറഞ്ഞു, നിങ്ങൾ ധാരാളമായി നിങ്ങൾ കുഴി വെട്ടിക്കുവാനാ പറഞ്ഞ്. എന്റെ മാനുഷിക ചിന്ത ഞാൻ പറയാം, എനിക്ക് ദൈവം തന്നൊരു ദൂതാണ്, അത് ഞാൻ പറയാം. മാനുഷികമായി പലരും പറഞ്ഞു കാണും, ഇവിടെ കുഴിയൊന്നും വെട്ടണ്ട, ഇവിടെ ഒത്തിരി പേര് കുഴി വെട്ടിട്ടൊക്കെ പോയത്, ഒരു ഫലവും ഇല്ല, ദൈവത്തെ ഓർത്ത് ഉള്ള സമയം കളയാതെ വണ്ടി വിടുന്ന നല്ലത് എന്നൊക്കെ പറഞ്ഞപ്പോഴും അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, നിന്നേക്കാൾ കൂടുതൽ ഞാൻ ദൈവശബ്ദം കേട്ടു, മാനുഷിക ശബ്ദത്തിന് ഞാൻ വില കൊടുക്കത്തില്ല. കർത്താവിന്റെ ദാസനെ ദൈവാത്മാ പറയുന്നു, ദൈവശബ്ദം കുടുംബത്തോടുണ്ട്. ഇന്നലകളിൽ വിളിച്ചിറക്കിയ ദൈവത്തിന് ഭയങ്കരമായ പദ്ധതി ചെയ്തെടുക്കാൻ ദൈവത്തിന് ഇന്ന് രാത്രിയിലും പദ്ധതിയുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ദൈവത്തെ ഇരിക്കുന്ന മണ്ണിനകത്ത് ഇരിക്കുന്ന ഇടത്ത് ആമേ ദൈവത്തിന്റെ വിശ്വാസത്തിന്റെ പാദങ്ങൾ എടുത്തു വെച്ചോ. കർത്താവ് ഈ രാത്രി അത്ഭുതം ചെയ്യാൻ പോവാ. ഇന്നലെ കഴിഞ്ഞ 7 ദിവസം നടക്കാത്ത വിടുതൽ ഒറ്റ രാത്രി കൂടെ പിറ്റേ പ്രഭാതത്തിൽ വിടുതൽ കണ്ടെങ്കിൽ ദൈവത്തെ പറയാം, നാളെ നടക്കേണ്ട വിടുതലുകളെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പ്രഖ്യാപിക്കുകയാ. നാളെ നടക്കേണ്ട വിടുതലുകളെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പ്രഖ്യാപിക്കുകയാ. അത്ഭുതകരമായ ചില വിടുതലുകൾ, അനുഗ്രഹപരമായ ചില വിടുതലുകൾ അങ്ങയുടെ അഭിഷക്തന്റെ ലൈഫിനകത്ത് ദൈവാത്മാവ് തുറക്കും എന്ന് പറയുമ്പോൾ വിശ്വസിച്ച ഇന്ന് രാത്രി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ദൈവാത്മാവ് രാത്രി പറയുക, ആ വചനത്തിൻ്റെതായിരിക്കുന്ന മഹത്വം ആ കുടുംബത്തിനകത്ത് വെളിപ്പെടും. അതിനാ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും അവനോ ആ ജന്തുവിനെ ആമേൻ ഹാലെ തീയിൽ കുടഞ്ഞു കളഞ്ഞെന്നുള്ളതാ. വചനത്തിൽ 1-2 ചിന്തകൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു വിടട്ടെ. ദൈവാത്മ പറയുന്നു, ആമേൻ സ്തോത്രം, അണലി ആമേ കയ്യെ ചുറ്റി സ്തോത്രം, അതുകൊണ്ട് ആണ്ടറുതി വരെ പോയില്ല, ആണ്ടിന്റെ അവസാനം വരെ പോകാതെ അതിനെ കുടഞ്ഞു കളയാൻ അകത്ത തീ ഉണ്ടായിരുന്നു. ആമേ ചിലർ കർത്താവിനകത്ത് ചില യാത്രകളെ തടയുന്ന ഒരു പോരാട്ടം ഇന്ന് രാത്രിയിൽ ചില ഇടത്തൊക്കെ വളരെ പ്രബലപ്പെട്ട് നിൽക്കുമ്പോൾ ചിലതിൻ്റെ മേൽ അധികാരം പ്രാപിച്ച് പുറത്തു വരാൻ കർത്താവ് രാത്രി കൽപ്പിക്കുന്നത് എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. 28-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ വായിക്കുന്ന, രക്ഷപ്പെട്ട ശേഷം ദ്വീപിന്റെ പേര് മെലീത്ത എന്ന് ഗ്രഹിച്ചു. അവിടെ അണലിയുടെ അഡ്രസ്സിലാണ് ആ ദേശം അറിയപ്പെട്ടത്. ആമേ ആ പാമ്പിന്റെ പേരിലാണ് സ്തോത്രം ഹല്ലേലൂയ ആ ദേശം അറിയപ്പെട്ടത്. ഒരു അന്ധകാരത്തിന്റെ പേരിലാണ്
പേരിലാണ് ആ ദേശം അറിയപ്പെട്ടത്. എന്നാൽ നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവന്റെ ചാപ്റ്റർ അതിന് ക്ലോസ് ചെയ്തിട്ട് അഭിഷക്തന്റെ പേര് ദേശം അറിയാൻ തുടങ്ങി. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നടക്കത്തില്ലെന്ന് വിധി പറഞ്ഞ ചില ദൈവപ്രവർത്തികൾ നിന്റെ ദേശത്തിനകത്ത് നടക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇടപെടുകയാണ്. കർത്താവിന്റെ ദാസൻ ഈ പ്രത്യേകമായ ശുശ്രൂഷയ്ക്ക് വളരെ പ്രാതിനിധ്യം കൊടുത്ത് കർത്താവിന് വേണ്ടി നിൽക്കുന്ന ജോസ് പാസ്റ്ററുടെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുക, മറഞ്ഞു കിടക്കുന്ന വിറകിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന, ആർക്കും പിടികൊടുക്കാതെ കിടക്കുന്ന, ആർക്കും ദർശനം കൊടുക്കാതെ കിടക്കുന്ന ചിലതിനെ പുറത്തു കൊണ്ടുവന്ന് അതിന്റെ മേൽ അധികാരം പ്രാപിച്ചും അടുത്ത ലെവലിലേക്ക് മൂവ് ചെയ്യാം ദൈവാത്മാവ് ഇന്ന് രാത്രി ദൂത് പറയുകയാ. റിമാന ഘടകസ് ഇവിടം കൊണ്ട് ജീവിതം അവസാനിക്കുമെന്നും ഇവിടം കൊണ്ട് ശുശ്രൂഷ അവസാനിക്കുമെന്നും ഇവിടെ വരെയുള്ള പൗലോസേ നിനക്ക് യാത്രയെന്നും പറഞ്ഞ് അവന്റെ യാത്ര അവിടെ ക്ലോസ് ചെയ്യാൻ രഹസ്യ തലത്തിനകത്ത് ചലിച്ച അണലിയുടെ കെട്ടിനെ പൊട്ടിക്കാം ഒരു അഭിഷക്തന്റെ മെലീത്തയിലേക്ക് ദൈവം ലാൻഡ് ചെയ്തെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ദാസനോട് ദൈവാത്മാവ് ശക്തമായി പറയുന്നു, നടക്കത്തില്ല. വിധി പറഞ്ഞ ചില സ്ഥാനത്ത്, കൊലപാതകനെന്ന് എഴുതിത്തള്ളിഞ്ഞ സ്ഥലത്ത് ദൈവത്തിന്റെ മഹത്വം അങ്ങയുടെ അഭിഷക്തനോട് ചലിച്ചെങ്കിൽ ഇന്ന് രാത്രി അതേ തീഷ്ണതയുള്ള കരം ഇന്ന് രാത്രി വെളിപ്പെടുമെന്ന പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇടപെടുന്നത്. എത്ര പേർ ആത്മതലത്തിൽ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് രാത്രി അവസാനിച്ചെടുത്ത് ആരംഭിക്കുന്ന ദൈവത്തിന്റെ കരം. റാംധുരിയ മനം പ്രവോഷ്മനാദിയ അടകൽ ജനതിക റഗൽ കനഗസിയ അന്തരാ ചൂടബൽ ഖമാനഗസിയ ഇന്ന് രാത്രി ദൈവത്തിന്റെ മകത്ത് മറഞ്ഞു കിടന്ന് രഹസ്യ ചുരുളുണ്ടാക്കി തന്ത്രം മനഞ്ഞ അഭിഷക്തനെ തകർത്ത് കളയാൻ വെല്ലുവിളിച്ച വിഷപ്പാമ്പിനെ കുടഞ്ഞു കളയുന്ന ഒരു ആത്മ മണ്ഡലം ഈ മീറ്റിംഗിനകത്ത് അതിമഹത്വത്തോടെ വ്യാപരിക്കുന്ന രാത്രിയാണ്. ദൈവാത്മാവ് എനിക്ക് വലിയ ചില ചിന്തകൾ തന്നെ എന്നെ ചോദിച്ചാൽ 28-ാം അധ്യായത്തിൽ തന്നെ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, 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 രക്തത്താലും വചനത്താലും ചെയ്യുമെടുക്കുന്നു. 28 അധ്യായത്തിൽ തന്നെ കിടക്കുന്നുണ്ട്. കർത്താവിന്റെ ദാസൻ ഒന്ന് ചിന്തിച്ചാണ് ഞാൻ ദൈവദാസനോട് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 3 മാസം ശീതകാലം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ് സ്തോത്രം ഹല്ലേലൂയ ഒരു പുതിയ കപ്പലിലേക്ക് ഭക്തൻ കയറുകയാണ്. ഒരു പുതിയ കപ്പലിലേക്ക് റോമയിലേക്ക് പോകാൻ വേണ്ടി തുറമുഖത്ത് അടുത്ത് കിടക്കുന്ന സിഗ്നൽ കാത്ത് കിടക്കുന്ന ഒരു കപ്പൽ. കഴിഞ്ഞ 14 രാത്രിയിൽ 14 ദിവസവും കടലിനകത്തൂടെ യാത്ര ചെയ്ത കപ്പലല്ല ഇത്. സ്തോത്രം ഹല്ലേലൂയ. ആ കപ്പലിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഉള്ള ചരക്കുകൾ മുഴുവനും നഷ്ടപ്പെട്ട് പ്രതിസന്ധി ഘട്ടങ്ങൾ അനുഭവിച്ച കപ്പലിന്റെ മറ്റൊരു പുതിയ കപ്പൽ തുറമുഖത്ത് അടുത്ത് കിടക്കുക. അതിന് മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. പുബ്ലിയോസ് പ്രമാണ അപ്പന്റെ പനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവിടെ സൗഖ്യം നടന്നെന്നറിഞ്ഞപ്പോൾ ആ ദേശത്തിലെ പ്രമാണിമാർ മുഴുവനും സമ്മാനങ്ങൾ കൊടുത്ത് ദൈവദാസനെ മാനിച്ചു. ഇനി നിറവുള്ള കപ്പലിലേക്ക് കയറാൻ പോകുന്നത് ആത്മാവ് ഇങ്ങനെ പ്രവചനദൂത് കൈമാറുകയാ. ശീതകാലം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോൾ വിടുതലിന്റെ പൗലോസ് കണ്ണാൽ കാണാൻ കാര്യം ഇവിടെ ചിലതിനെ കുടയേണ്ടതിനെ കുടഞ്ഞു കളഞ്ഞപ്പോൾ ഇവിടെ ചിലതിനകത്ത് ജയമെടുത്തപ്പോൾ ചില മാസം കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ മഹത്വം ഇറക്കിയതുപോലെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വ്യക്തമായി ദൂത് വിളിച്ചു പറയുക. ചിലതൊക്കെ ദൈവിക പദ്ധതി പോലെ നടക്കാൻ പോകുക. ചൂടാമന റഗനഗഡഗസിയ ഇന്ന് വരെ നടക്കാത്ത ചില ദൈവത്തിന്റെ പ്രവർത്തികൾ, ഇന്ന് വരെ നടക്കാത്ത ചില ദൈവത്തിന്റെ ആലോചനകൾ ഈ ദിവസങ്ങളിൽ അങ്ങനെ അഭിഷക്തന്റെ ലൈഫിനകത്ത് ദൈവാത്മാവ് ചെയ്യും എന്ന് പറയുമ്പോൾ വിശ്വസിക്കുന്ന ജനം ഒരുമിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് പറ, അങ്ങനെ തന്നെ സംഭവിക്കട്ടെ, അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. റൈസ്മന ദുരാലഗസി അംധനാലക അടകൽക്കമനഗഡഗ സന്തരാജഗസിയ 3 മാസം കഴിഞ്ഞ് ശീതകാലം കഴിഞ്ഞ് ഒരു പുതിയ കപ്പലിലേക്ക് ദൈവത്തിന്റെ ദാസനെ പ്രയാണത്തിനിവിടെ അയച്ചതുപോലെ ഇന്നലെ വരെ മുടങ്ങിക്കിടന്ന ചില യാത്രകൾ, ഇന്നലെ വരെ തകർത്തുകള ചില യാത്രകൾ ഇനി മുന്നോട്ട് പോകത്തില്ലെന്ന് പറഞ്ഞ് ദുഷ്ടപ്പിശാച് അടച്ച ചില വാതിലുകളെ ഇന്ന് രാത്രി ഈ മീറ്റിംഗിനകത്ത് ഓപ്പൺ ചെയ്യുന്നു. വിശ്വസിക്കുന്നവർ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. റൈസ്മാന ധുരാലഗസി ഈ 28-ാം അധ്യായത്തിന് അവസാന ഭേദവാദത്തിൽ വരുമ്പോൾ തന്നെ കാണാൻ സാധിക്കുന്നു പൗലോസ് റോമയിൽ എത്തിയെന്ന്. ഇവിടെ എത്തിക്കാതിരിക്കാൻ പല പരിപാടികളൊക്കെ ഇവന്മാര് ചെയ്തു. പക്ഷെങ്കിൽ തമ്പുരാൻ പറഞ്ഞു എത്തിക്കേണ്ടവനെ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കാൻ എനിക്കറിയാം. ഹല്ലേലൂയ. പുറകോട്ടുള്ളതായ ഈ ചരിത്രം നോക്കുമ്പോൾ ഒരിക്കൽ പൗലോസ് ഒരു ദൈവത്തിനൊരു ആഗ്രഹം തുറന്നു പറഞ്ഞു, കർത്താവെ ഞങ്ങൾക്ക് റോമയൊന്ന് കാണണമെന്ന് പറഞ്ഞു. കർത്താവ് ഇറങ്ങിയിട്ട് പറഞ്ഞു, സ്തോത്രം, നീ യെരുശലേമിൽ സാക്ഷീകരിച്ചതുപോലെ നീ എന്നെ കുറിച്ച് റോമയിലും സാക്ഷീകരിക്കും. യാത്രയുള്ളവനോട് ദൈവം ദൂത് പറഞ്ഞിട്ടുണ്ട്.
ആമേൻ. വെളിപ്പാടുള്ളവനോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടിട്ടുണ്ട്. അതിനെ ഒന്നുകൂടെ ഒന്ന് ഉറപ്പിക്കാൻ ഇന്ന് രാത്രി പറയുന്നു. വെളിപ്പാടിനകത്ത് നിന്നോ പ്രാർത്ഥനയ്ക്കകത്ത് നിന്നോ ശക്തമായ ചില ദൈവിക വിടുതലുകൾ കുടുംബത്തിനകത്ത് ഇറങ്ങാൻ പോവാ. നിന്റെ വഴി അടച്ച്, മേഖലകൾ അടച്ച്, നിന്നെ മുന്നോട്ട് വിടാതെ അടച്ച ചില വാതിലുകളെ ഇന്ന് രാത്രി തുറന്നിട്ട് പറയുന്നു. ചിലതിനെ കുടഞ്ഞു കളയാൻ, ചിലതിനെ തകർക്കാൻ ദൈവം തമ്പുരാൻ ചിലരുടെ മേൽ ഒരു വ്യത്യസ്തമായ അധികാരം ഇന്ന് രാത്രിയിൽ വെളിപ്പെടുത്തുകയാണ്. എന്നോട് കർത്താവ് പറയുന്നു, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. നീ ജീവിച്ചിരിക്കത്തില്ലെന്ന് വെല്ലുവിളിച്ചവരുണ്ട്, നീ തകർന്നു പോകുമെന്ന് വെല്ലുവിളിച്ചവരുണ്ട്. അവരുടെ നടുവിൽ ഒരു സാന്നിധ്യമായി ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പുറത്തു കൊണ്ടുവരാൻ പോകുകയാണ്. ദൈവദാസനെ, ദൈവത്തിന്റെ മഹത്വം ചുമക്കുന്നവന്, കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സന്തോഷ് പ്രാർത്ഥിച്ചാട്ടെ, അവൻ ദൈവത്തിന്റെ ഗ്ലോറി ചുമക്കുന്നവനെ കർത്താവ് ഈ കാലഘട്ടങ്ങളിൽ മാറ്റാം. ദൈവത്തിന്റെ മഹത്വം ചുമക്കുന്നവനായി. ആമേൻ. അബ്രഹാമിന്റെ ദൈവം പ്രത്യേകമായി ദൗത്യത്തോടെ വിളിച്ചു വർദ്ധിച്ചതാണ്. ആമേൻ. അബ്രഹാമിനെ കുടുംബത്തിനകത്ത് കർത്താവിന്റെ ആത്മാവ് ശക്തമായി പറയുന്നു, ഞാൻ നിന്നെ വലിയ വലിയ പദത്തിനകത്ത് അർത്ഥമുണ്ട്, അത് അണ്ടർലൈൻ ചെയ്ത് പഠിക്കേണ്ട കാര്യമാ. ഞാൻ നിന്റെ ചെറിയ പദ്ധതി കൊണ്ടുപോകുന്നല്ല പറഞ്ഞത്, നിന്നെ ആരും അറിയാതെ ഇറക്കിക്കൊണ്ടുപോകുന്നല്ല പറഞ്ഞത്. ആമേൻ. ഞാൻ ഇറക്കിക്കൊണ്ടുപോകുന്ന കാര്യം ആരും അറിയില്ലെന്നുമല്ല പറഞ്ഞത്. ഞാൻ നിന്നെ ഇവന്മാരുടെ മുമ്പിൽ ഞാൻ നിന്നെ ഒരു വലിയ ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ പോകുക. കർത്താവിന്റെ ദാസനെ ദൈവാത്മാവ് രാത്രി പറയുക, രക്തബന്ധങ്ങളുടെ നടുവിൽ, കുടുംബക്കാരുടെ നടുവിൽ അബ്രഹാമിന്റെ ലെവല് മാറ്റി അബ്രഹാമിനെ ഉപയോഗിച്ചതുപോലെ ദൈവാത്മാവ് പറയുന്ന ഒരു വലിയ പദ്ധതിക്ക് വേണ്ടി, ആമേൻ, ഒരു വലിയ മഹത്വത്തിന് വേണ്ടി ഇന്ന് രാത്രി കർത്താവങ്ങളുടെ ദാസനെ ഉപയോഗിക്കുന്ന കാലഘട്ടമായി. എവിടെ വരെ പോകുമെന്ന് വീട്ടുകാരടക്കം പറഞ്ഞ ചില സമയങ്ങളുണ്ട്. എത്ര നാൾ ഓടുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞവരുണ്ട്. കേവലം ഒരു വളവ് വരെ ഓടിയിട്ട് തിരിച്ചു വരുമെന്ന് പറഞ്ഞവരുടെ നടുവിൽ ഇന്ന് രാത്രി ഒരു മഹത്വം ആ കുടുംബത്തിനകത്ത് ഇറങ്ങുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇടപെടുകയാ. ദൈവത്തിന്റെ മഹത്വം ചുമക്കുന്ന ഒരു അഭിഷക്ത ഗണമായി, അഭിഷക്തനെ ഇന്ന് രാത്രിയിൽ ദൈവം പ്രത്യേകമായി യൂസ് ചെയ്യാൻ പോകുകയാണെന്ന് ആത്മാവ് ഇന്ന് രാത്രി ദൂത് പറയുക. ഉടകമന റഗനഗടകസിയ എന്നോട് ഇങ്ങനെ പറയുന്ന, കുടുംബക്കാരുടെ നടുവിൽ, രക്തബന്ധങ്ങളുടെ നടുവിൽ ഒരു വലിയ നേഷനാക്കി, ആമേൻ, ഒരു വലിയ പ്രസ്ഥാനമാക്കി, ഒരു വലിയ ആളാക്കി, ഒരു വലിയവനാക്കി മാറ്റാൻ ദൈവത്തിന് ഇന്ന് രാത്രിയിലും പദ്ധതിയുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. വെല്ലുവിളികൾ അനവധിയ, പോരാട്ടങ്ങൾ അനവധിയ, എന്നാൽ അതിന്റെ നടുവിൽ അത്ഭുതകരമായ ചില വിടുതലുകൾ ദൈവദാസനെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് ആത്മാവ് ഇന്ന് രാത്രി ദൂത് പറയുകയാ. പാളയത്തിനകത്ത് കയറിയ ജനത്തോട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരിപ്പിൻ, നിങ്ങൾ ചോദിച്ചത് മണിക്കൂറുകൾ കഴിയുമ്പോൾ വരും. ഹല്ലേലൂയ. പാളയത്തിനകത്തെ കയറി ഇറച്ച് ചോദിച്ചവന് ലിബ്യ തന്റെ തല തകർത്തിട്ട് കാടയെ കൊണ്ട് കൊടുത്തൊരു സ്വർഗമുണ്ടെങ്കിൽ ഈ ദിവസങ്ങളെ ദൈവത്തിന്റെ ചില പ്രവർത്തികൾ ലൈഫിനകത്ത് വെളിപ്പെടുമെന്ന പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ദൂത് പറയുക. ചില യാത്രകളെ തടഞ്ഞ്, ചില ഉന്നതികളെ തടഞ്ഞ്, ചില നന്മകളെ തടഞ്ഞ്, ഹല്ലേലൂയ, മുന്നോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞ് ഒതുക്കി കെട്ടിയ ചില വ്യാപാരത്തെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇറങ്ങി അഴിച്ചിട്ട് പറയുകയാണ്, ഒരു വലിയ സംഭവമാക്കി മാറ്റാ, ഒരു വലിയ ആനന്ദമാക്കി മാറ്റാ, ഒരു വലിയ പ്രസ്ഥാനമാക്കി മാറ്റാ. നാമേ ഇന്ന് രാത്രി അങ്ങയുടെ ദാസനമേൽ ഭയങ്കരമായ അഭിഷേകം രാത്രി ചൊരിയുന്നു. എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ട്, എന്നെ ലെവല് മാറ്റി കർത്താവ് ഉപയോഗിക്കണമേ. ഇന്നലെ വരെ വന്നതുപോലല്ല, ഇന്നലെ വരെ പോയതുപോലല്ല, റോമയിൽ എത്തിക്കാമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം തടസ്സങ്ങൾ വന്നാലും ദൈവം അവിടെ എത്തിക്കും. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ കാണുന്ന ദൈവദാസനെ കർത്താവ് ഭയങ്കരമായിട്ട് ഉപയോഗിക്കാൻ പോവാ. ഒത്തിരി വെല്ലുവിളികൾ കുടുംബതലത്തെ തച്ചുടച്ച് കളയാൻ പോലും വെല്ലുവിളി ഉയർക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം ആ ദൈവദാസനോട് തന്നെ നിങ്ങൾ ചില ദൈവീയ ആലോചന കൈമാറാൻ കർത്താവിന്റെ ആത്മാവ് അറിയിക്കുക. ഈ സ്തോത്രം, ഈ യോസഫിനെ കൊണ്ടുവന്ന പൊട്ടക്കിണറ്റിൽ കൊണ്ട് വലിച്ചെറിഞ്ഞില്ലേ? ഈ പൊട്ടക്കിണറ്റിൽ കൊണ്ട് വലിച്ചെറിഞ്ഞപ്പോ സഹോദരന്മാർ അവനെ എത്ര രൂപ വാങ്ങിച്ചെന്ന് അറിയാം? ഇസ്മായിലിന്റെ കയ്യിൽ നിന്ന്. ആമേൻ. മിദ്യാന്റെ കച്ചവടക്കാരെന്ന് വാങ്ങിച്ചു 20 വെള്ളിക്കാശ. 20 വെള്ളിക്കാശ് വാങ്ങിച്ചിട്ട് അവർക്ക് കാശ് മതിയായിരുന്നു. അമ്മമാര് വാങ്ങിച്ചിട്ട് സഹോദരനെ കൊണ്ടുവന്ന് വിറ്റെന്ന അല്ലേ? അപ്പൊ മിദ്യാന്റെ കച്ചവടക്കാരനെ വിറ്റെന്ന. അടുത്തൊരു പദം ഇങ്ങനെ ഉണ്ട്, ഈ മിദ്യാന്റെ കച്ചവടക്കാരൻ എന്തെന്നറിയാമോ? ഇവൻ പോത്തിഫറിനെ കൊണ്ട് വിറ്റെന്ന. ആമേൻ. അതായത് പറവോന്റെ അകമ്പടി നായകനായ പോത്തിഫറിനെ കൊണ്ട്. അപ്പൊ ഈ കച്ചവടം അറിയുന്നവർക്കറിയാം, ബിസിനസ് അറിയുന്നവർക്കറിയാം, ഈ നട്ടക്കച്ചവടത്തിന് ആരും പോകാറില്ല. 20 വെള്ളിക്കാശിന് ആമേൻ സ്തോത്രം ഒരുത്തന്നെ വിറ്റ കാശ് ആരേലുണ്ട്? ആമേൻ സ്തോത്രം. വിറ്റിട്ടാണ് ഇങ്ങനെ മിദ്യാനെ ഇവർ കച്ചവടക്കാർ, ഇവർ സെയിൽ നടത്തുന്നവരാ. ഇവർ 20 വെള്ളിക്കാശിന് കാശ് കൊടുത്തിട്ട് ഇവനെ വാങ്ങിച്ചിട്ട് ഒരുപക്ഷെ പോത്തിഫറിന് വേണമെങ്കിൽ ഒരു ഡബിൾ കാശിനായിരിക്കും കൊടുത്തു. രാമൻ പറയുമ്പോ സത്യയോടെ വിലയില്ലെന്ന് പറഞ്ഞവനെ വില തരാൻ പോവാ ദൈവം.
മനസ്സിലായോ? ഹല്ലേലൂയ. വീട്ടുകാരെ പറഞ്ഞ ഒരു വിലയില്ല, ഗുണവുമില്ല, മണവുമില്ല എന്നൊക്കെ പറയുമ്പോഴും നാമ പറഞ്ഞു, എടാ ഇസ്മയേലിന് 20 വെള്ളിക്കാശ് കൊടുത്തെങ്കിൽ പോത്തിപ്പറമിക്കാരൻ വാങ്ങിച്ച 40 വെള്ളിക്കാശിനായി. ഇതോ വില കൂടി പോവാ. എങ്ങോട്ടാ പോകാന്നറിയാമോ? ദൈവത്തിന്റെ പദ്ധതിക്കകത്തേക്ക്. ആമേൻ. ആമേൻ. ദൈവദാസനെ ദൈവത്തിന്റെ ആത്മ പറയുന്നു, വിലയുള്ളവനാക്കി ദൈവം മാറ്റാൻ പോവാ. വിലയുള്ളവനായി റീമാന ഹഡകൽക്കമാനകസിയ ഇന്നലകളെ എഴുതി തള്ളിയവടെ നടുവിൽ ദൈവത്തിന്റെ മഹത്വം വഹിക്കുന്നവനായി, ദൈവത്തിന്റെ ഗ്ലോറി ചുമക്കുന്നവനായി ഇന്ന് രാത്രി കർത്താവ് മാറ്റി. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആ കരങ്ങൾ ഉയർത്തി നല്ല ഹല്ലേലൂയ എന്റെ കർത്താവിന് രാത്രി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് ഈ രാത്രി നമ്മളെ ഉപയോഗിക്കും. ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ പ്രവർത്തിക്ക് വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് ഉപയോഗിക്കും കേട്ടോ. യോസഫ് ദൈവദാസന്മാരെ ഒത്തിരി അടുത്തൊന്നും കരഞ്ഞില്ല. നമ്മളാണെങ്കിൽ പൊട്ടക്കിണർ കാണുന്നതിന് മുമ്പേ കരഞ്ഞേനെ. പൊട്ടക്കിണറ്റ് വലിച്ചിടാൻ തുടങ്ങുമ്പോഴത്തന്നെ നമ്മൾ ആകപ്പാടെ അന്നേരം ചങ്കത്തടിക്കാൻ തുടങ്ങി. എന്നെ ഇടലെ ആകപ്പാടെ പ്രശ്നമാകുന്നത് പറഞ്ഞു. പക്ഷേ യോസഫ് ഇതൊന്നും കണ്ട് കരഞ്ഞവനല്ല. പോത്തിഫറിന്റെ വീട് കണ്ടിട്ട് കരഞ്ഞില്ല, കാരേക്കരം കണ്ടിട്ട് കരഞ്ഞു. ഇതൊന്നും കരയാനുള്ള പരിപാടിയൊന്നുമല്ല. പക്ഷെ ഇവൻ കരഞ്ഞ സ്ഥലം എന്ന് ചോദിച്ചാൽ ദർശനം പൂർത്തീകരിച്ച് അപ്പനും അമ്മയും സഹോദരങ്ങളൊക്കെ ഒന്ന് മുമ്പിൽ വന്ന് ഇന്ന് ചാക്കട്ടുമാട്ട് വന്നപ്പോൾ അകത്തെ മുറിക്കരി കരഞ്ഞു. ചിലരുടെ ദൈവത്തിന്റെ ആത്മ പറയുന്നു സമൃദ്ധി കണ്ട്. ആലീസ് രാജു ഒന്ന് പ്രാർത്ഥിക്കാമോ? ആന്റി ഒന്ന് പ്രാർത്ഥിക്കാമോ? ദൈവാത്മ പറയുന്നത് സമൃദ്ധി കാണുമ്പോൾ ആൾക്ക് കരയാതിരിക്കാൻ പറ്റത്തില്ല. സമൃദ്ധി കാണുമ്പോൾ കരയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ദൈവം ഒരു വിടുതൽ തന്നെന്നറിഞ്ഞപ്പോൾ പിന്നെ കരയാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഇനിയും കരയത്തുള്ളൂ, അതിന് മുമ്പ് ഇനി കരയത്തേ ഇല്ല. രാമയും പറയാമോ? ശക്തിയോടെ കർത്താവ് ചില ദൈവത്തിന്റെ അത് ശക്തമായി പറയുന്നു. ചിലരാണെങ്കിൽ സ്വോത്രം 365 കാല ദിവസവും കരച്ചില്ല. സ്വോത്രം ഹല്ലേലൂയ എന്നും കരച്ചില്ല. എന്തിനാ കരയുന്നത് അവർക്കും അറിയത്തില്ല, കേൾക്കുന്നവർക്കും അറിയത്തില്ല. സ്വോത്രം ആകെപ്പാടെ പ്രശ്നമാണ്. എന്താ പ്രശ്നമെന്ന് അവർക്ക് അറിയത്തില്ല. പക്ഷെ ഇന്ന് രാത്രി ചിലതിന്റെ കരച്ചില ദൈവം നിർത്താൻ പോവാ. ആമേൻ. ഹല്ലേലൂയ. ഇനി നീ കരയും ദൈവത്തിന്റെ സമൃദ്ധി കണ്ടിട്ട്. ഇനി നീ കരയും നീ കണ്ട സ്വപ്നത്തിന്റെ നിവർത്തീകരണം കാണുമ്പോൾ കേട്ടോ. പൊന്നമ്മ തോമസ് ആന്റി പ്രാർത്ഥിച്ചു, ധൈര്യമായിട്ട് പ്രാർത്ഥിച്ചു. കർത്താവ് പറയുന്നു ഭയങ്കരമായിട്ട് കർത്താവ് ഉപയോഗിക്കാൻ പോകട്ടോ. ചില വിടുതലുകൾ ദൈവത്തിന്റെ ആത്മാവ് തരാൻ പോവാ. നിന്ദിച്ചവടെ നടുവിൽ ഇറങ്ങിയ കാലഘട്ടം തുടങ്ങിയാൽ അനുഭവിച്ച വേദനകളൊക്കെ വലുതായിരുന്നു. രാത്രി മുഴുവനും കരഞ്ഞ് നേരം വെളുപ്പിച്ച സമയങ്ങളുണ്ടായിരുന്നു. ഹല്ലേലൂയ. കണ്ണ് നിറഞ്ഞ ചില സമയങ്ങളുണ്ടായിരുന്നു. ദൈവാത്മ പറയുന്നു മരിച്ചു പോകുന്ന വെല്ലുവിളിച്ച സമയങ്ങളുണ്ടായിരുന്നു. കണ്ണ് തുറക്കുമെന്നുള്ള പേടി കൊണ്ട് കണ്ണടയ്ക്കാൻ മടിച്ച സമയമുണ്ടായിരുന്നു. ഒന്നുകൂടെ പറഞ്ഞാൽ എഴുന്നേറ്റിരുന്ന രാത്രി മുഴുവനും മോങ്ങിക്കരഞ്ഞ സമയങ്ങളുണ്ടായിരുന്നു. അടുത്ത് കിടക്കുന്നവർ, അടുത്ത മുറിയിലുള്ളവരെ കാണാത്ത കരച്ചിലുകൾ ഉള്ളിന്റെ അകത്തുണ്ട് കേട്ടോ. പക്ഷെ ഇന്ന് രാത്രി ദൈവാത്മ പറയുന്നു ആ കരച്ചിലിന്റെ ശബ്ദം കേട്ട എന്റെ കർത്താവ് ഇന്ന് രാത്രി ആ അമ്മയോട് വ്യക്തമായ ദൂത് പറയുകയാണ്. ഹല്ലേലൂയ. ഇനിയും നിന്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കുകയില്ല. ഇനി അവൻ കഷ്ടത്തിന്റെ അപ്പം തന്നാലും ഞെരുക്കത്തിന്റെ വെള്ളം കുടിക്കേണ്ടി വന്നാലും നിന്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കുകയില്ല. വെളിപ്പെടുമേ പ്രാർത്ഥിച്ചോ. ഇന്ന് രാത്രി ദൈവത്തിന്റെ മഹത്വം ആ കുടുംബത്തിലേക്ക് തേടി വരികയാ. ബാബുജി എന്ന് പറഞ്ഞ പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് രാത്രി കർത്താവിന്റെ ആത്മ പറയുന്നു എറിഞ്ഞ ഓടിച്ചു കളയുമെന്ന് പറഞ്ഞ അവിടെ നടുവിൽ, ദേശത്തുനിന്ന് പറിച്ചു മാറ്റിക്കളയുന്ന പറഞ്ഞ നടുവിൽ, ഹല്ലേലൂയ നീ എന്നൊരു വ്യക്തി ഇവിടെ വേണ്ട എന്ന് പറഞ്ഞ് എഴുതി തള്ളിയവിടെ നടുവിൽ ഒരു മഹത്വം ആ കുടുംബത്തിനൊക്കെ തറകുന്നു എന്ന് ആത്മാവ് ഇന്ന് രാത്രി പറയുക. മരണം പോലെ കാത്തു നിന്നവരുണ്ട്. ഒന്ന് മരിച്ചു കിട്ടിയ നല്ലതാരെന്ന് ചിന്തിച്ച പയറ്റിയവരുണ്ട്. അവരുടെ നടുവിൽ ഒരു സാന്നിധ്യമായി അങ്ങനെ ദാസനെ കർത്താവ് രാത്രി എടുത്ത് ഉപയോഗിക്കാൻ പോകുകയാണ്. ചുടാരകൾക്ക് എവിടെയോ അവഗണിക്കപ്പെട്ടിട്ടുണ്ട്, എവിടെയോ ഒറ്റപ്പെട്ടിട്ടുണ്ട്, എവിടെയോ പതികനെ പോലെ, വഴിയടഞ്ഞവനെ പോലെ, മാർഗമടഞ്ഞവനെ പോലെ എത്തിരുന്നുണ്ട്. ഇന്ന് രാത്രി അച്ഛാ ദൈവാത്മ പറയുന്നത് ചിലതിനെ കുടഞ്ഞു കളയ ആത്മാവിന്റെ ഭയങ്കര കാഴ്ചപ്പാടിലേക്ക് ദൈവം കൊണ്ടുവരാൻ പോകുക. ഉടമന റഗനഗസിയ ഇന്നലകളെ വേദനിപ്പിച്ചവടെ നടുവിൽ, ഇന്നലകളെ അപവാദം പറഞ്ഞവടെ നടുവിൽ, ഇന്നലകൾ കരയിപ്പിച്ചവടെ നടുവിൽ ഒരു സാന്നിധ്യമായി ഇന്ന് രാത്രി കർത്താവ് രാത്രി പുറത്തു കൊണ്ടുവരാൻ പോകുകയാണ്. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പരിശുദ്ധ ആ വിധത്തിലേക്ക് നമ്മൾ യൂസ് ചെയ്യാൻ പോകും. ആമേൻ. ആ ജന്തു കഴിച്ചു വന്ന് ബർബരമാർ, ഈ ബർബരമാർക്കറി ഒത്തിരി മരണവും കണ്ടതാ. ഒത്തിരി പേര് മരിച്ചു വീഴുന്നതല്ലേ. നമ്മൾ കോവിഡ് ഒക്കെ വന്നപ്പോ എത്ര പേര് മരിച്ചു നമ്മൾ കണ്ടതാ. എനിക്കാണ് 4 പ്രാവശ്യം കോവിഡ് വന്നു. ഇപ്പോഴും ദൈവകൃപയാൽ നിൽക്കുക. സ്വത്രം ഹല്ലേലൂയ. എന്റെ ദൈവമേ സ്വത്രം. അന്നത്തെ പോക്കൊക്കെ ഓർക്ക് ഇപ്പം മിക്ക അറ്റാക്ക് കിടക്കുക. ആ രീതിയിലൊക്കെ ആംബുലൻസിൽ ഞാൻ റാന്നിയിലാണ് താമസിക്കുക. റാന്നിക്കാരെ കൊണ്ടെന്ന് തോന്നുന്നു. സ്വത്രം. റാന്നിയിൽ നിന്ന്
സ്തോത്രം. എന്നെ ഒരു കൊണ്ടുപോയിട്ട് പത്തനംതിട്ട കൊണ്ടിട്ടപ്പോൾ ഞാൻ മാത്രമല്ല ആംബുലൻസ്, ആദ്യമായിട്ട് ഞാൻ ആംബുലൻസ് കാണുന്ന കയറുന്നതും ഞാൻ തന്നെയുള്ളായിരുന്നു. ആ പോക്കൊക്കെ ഓർക്കുമ്പോൾ ഇപ്പൊ എനിക്ക് വല്ലാതെ വരുന്നുണ്ട്. സോ ദൈവം തമ്പുരാൻ നമ്മെ വിടുവിച്ച വിടുതൽ ഭയങ്കരമാണ് കേട്ടോ. ഹാലലുയ്യ, നല്ലൊരു ഹാലലുയ്യ പറയാമോ. തകർന്നു പോകേണ്ടടുത്ത് ദൈവം നമ്മെ വിടുവിച്ചല്ലോ. അതിനായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പരിശുദ്ധാന ചെന്ന് പറയുന്നു, മരണത്തിന് വിധിക്കപ്പെട്ട നിന്നെ ദൈവം കൊണ്ട് ഇരുത്തിയത് ഭയങ്കരമായ ചില ശുശ്രൂഷ ചെയ്യിപ്പിക്കാനാണ്. ഹല്ലേലൂയ. ശുശ്രൂഷ നിന്റെ അകത്തുണ്ടെങ്കിൽ നീ മരിക്കത്തില്ല, നീ ജീവനോട്, എല്ലാവരും പറഞ്ഞിട്ട്, ഞാൻ മരിക്കത്തില്ല, ഞാൻ മരിക്കത്തില്ല, ഞാൻ ജീവനോടിരുന്ന ദൈവത്തിന്റെ പ്രവൃത്തി വരയ്ക്കും. സാറാമ ജെയിംസ് പ്രാർത്ഥിച്ചാട്ടെ, ആന്റി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവ് രാത്രി പറയുന്നു, ഓ റിമാഷ് മനാദിയ റിബൽ ഖമാനസിയ, മരണം മുമ്പിൽ വന്ന് വെല്ലുവിളിച്ച സാഹചര്യത്തിൽ പിടിച്ചു നിർത്തിയ ദൈവത്തിന്റെ ആത്മാവ് കേട്ടോ. ഇന്ന് രാത്രി ശക്തമായ വാഗ്ദത്തം അകത്തുണ്ട്. അതുകൊണ്ട് തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഞാൻ പ്രസംഗിച്ച ഒരു സൂമിനകത്ത് ഒരു അമ്മച്ചി വന്നിരുന്നു. അത് UK ജോയിൻ ചെയ്തൊരു അമ്മയാ. സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് ഭയങ്കര സന്തോഷം. ഒരു കണ്ണാടിക്ക് വെച്ച് മിടിക്കാട്ട് വന്നിരിക്കുക. സ്തോത്രം. അത് കഴിഞ്ഞിട്ട് എന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് അമ്മച്ചി വിശേഷം, മക്കൾ എത്ര ഉണ്ട്? ഞാൻ പറഞ്ഞു, എനിക്ക് മക്കളുണ്ട്, മരുമക്കളുടെ കൊച്ചുമക്കളുടെ കല്യാണം കഴിഞ്ഞെന്ന്. അപ്പോൾ ഞാൻ എത്ര വയസ്സുണ്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു 93 വയസ്സുണ്ടെന്ന്. എനിക്ക് ഭയങ്കര അതിശയമാണ് തോന്നിയത്. 93 വയസ്സുള്ള അമ്മച്ചിക്ക് എങ്ങനെ മൊബൈൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും? എന്നാലും അതിനകത്തൊക്കെ വന്ന് ഇരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. എന്നോട് പറഞ്ഞു, സൂം മീറ്റിംഗ് കാണാൻ വേണ്ടി ഞാൻ കണ്ണാടി വെക്കും, ബൈബിൾ വായിക്കാൻ നേരത്തെ ഞാൻ കണ്ണാടി എടുക്കുമെന്ന്. നമ്മളെ നേരെ തിരിച്ചാ. സ്തോത്രം. നമ്മൾ നേരെ തിരിച്ച. ബൈബിൾ വായിക്കാൻ നേരത്തെ വലിയ കുഴപ്പമൊന്നുമില്ല. അന്നേരം കണ്ണാടി എടുത്തിട്ട് ഞാൻ നമ്മൾ ബൈബിൾ വായിക്കാൻ നേരത്തെ കണ്ണാടി വെക്കുന്നത്. അപ്പൊ 93 വയസ്സുള്ള അമ്മച്ചി ഇതിനകത്ത് വന്നിരിക്കുമ്പോഴൊക്കെ ഇതിനെ അതും ഇതൊക്കെ പറഞ്ഞ് സ്തോത്രം അല്ലെങ്കിൽ കളിയാക്കുന്നവരോട്, എന്നാ സൂം മീറ്റിംഗ് ഇത്, വേറെ പണിയൊന്നുമില്ല, കുറച്ചു വന്ന് കുത്തിയിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഞാൻ തൻ്റെ ഇടത്തോട് പറയാ, ഇതിനകത്ത് വന്നവരെ സ്ഥിതിയൊക്കെ ദൈവം ഒത്തിരി മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഹല്ലേലൂയ. പറയുമ്പോൾ ശക്തിയോടെ വചനം കേട്ടവരുടെ അകത്ത് ഒത്തിരി കണ്ണുനീര് ദൈവം മാറ്റിയിട്ടുണ്ട്. 93 വയസ്സുള്ള അമ്മച്ചിക്ക് പണത്തിന്റെ കുറവല്ല. മക്കൾ മുഴുവൻ അമേരിക്കയിൽ, ലണ്ടനിലും അവിടെ ഇടയ്ക്കുക. അമ്മച്ചി പറഞ്ഞു, പക്ഷെ എനിക്ക് അവരല്ല വിഷയം, എനിക്ക് നിത്യര സുവിശേഷം കേട്ട മതിവരത്തില്ലെന്നാ പറഞ്ഞ. മതിവര എത്ര നല്ലൊരു ആമയും പറയും. എത്ര വചനം കേട്ടാലും മടുക്കാത്ത ചിലരകത്തുണ്ട്. ഹല്ലേലൂയ. സാറാമ ജെയിംസ് ആന്റി പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി പറയുന്ന സന്തതിയുടെ വിഷയത്തിനകത്ത് ദൈവികമാണെന്ന ചില വിടുതലേക്ക് ചലിക്കാൻ പോകുക. ആമേൻ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, ഇന്നലകളെ നിങ്ങളെ നോവിച്ചവർ, ഇന്നലകളെ നിങ്ങളെ വേദനിപ്പിച്ചവർ, കഴിഞ്ഞ ദിവസം വരെ നിങ്ങളുടെ ജീവിതത്തെ വഴിയടച്ചവർ, നിങ്ങളുടെ മുമ്പിലേക്ക് ടേൺ ചെയ്യാൻ പോവാന്ന് കർത്താവ് ഇന്ന് രാത്രി നന്ദിയോടെ പറയുക. 137 സംഗതി സമയം കിട്ടുമ്പോ വായിച്ചു നോക്കിയാണ്. ബാബേന്റെ നദിയുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു, സിയോനെ ഓർത്ത് ഞങ്ങൾ കരഞ്ഞു. ഞങ്ങളുടെ കിന്നരങ്ങൾ, ഞങ്ങൾ അലറി വൃക്ഷങ്ങളെ തൂക്കിയിട്ടു, കാരണം ഞങ്ങളിപ്പോ ബന്ധിക്കപ്പെട്ട് കിടക്കുക. അടുത്തൊരു പദം ആന്റി എന്ന് പ്രാർത്ഥിച്ചെന്ന് വായിച്ചോണം. പിന്നീട് ദൈവാത്ത പറയും, ഞങ്ങളെ ഉപദ്രവിച്ചവർ ഞങ്ങളോട് വന്ന് ചോദിക്കുകയാ, ഒരു സന്തോഷം തരാമോ, ആ സിയോൻ ഗീതം ഒന്ന് പാടിത്തരാമോ? ഇന്ന് രാത്രി ചിലരുടെ ദൈവത്തിന്റെ ആത്മ പറയുന്നു, നിന്നെ നോവിച്ചവർ നിന്നിലേക്ക് തിരിയാൻ പോവാ. നിന്റെ വഴിയടച്ചവർ, നിനക്ക് നേരെ അപവാദം പറഞ്ഞവർ, നിന്റെ വഴിയടച്ച് നിന്റെ മേഖല അടച്ചവർ നിന്നിലേക്ക് തിരിയുന്ന സീസൺ ദൈവം തുറക്കാൻ പോകുന്ന പറഞ്ഞ വിശ്വസിച്ച ഇന്ന് രാത്രി കർത്താവിനെ നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. രക്തം ക്ഷയമെടുക്കുക. അതുകൊണ്ട് ദൈവാത്ത പറയുന്നു, ചിലര് നിന്റെ മരണം കാണാൻ കൊതിച്ചിരിക്കുക, പക്ഷെ കർത്താവ് പറഞ്ഞു മരണം നടക്കത്തില്ല, പകരം ജീവൻ നടക്കാൻ പോവാ. നിന്നെ ചുറ്റുന്നവനെ നീ വലിച്ച് കുടഞ്ഞ് തീക്കത്തിട്ടിട്ട് ആമേൻ അടുത്ത ലേഖനം എഴുതാൻ ഈ കൈ കൊണ്ട് ദൈവം ബലപ്പെടുത്താൻ പോവാ. ആ കരം ഉയർത്തി എല്ലാവരും സ്വോത്രം പറയാമോ. ദൈവാത്ത പറയുന്നു, നിന്നെ തകർക്കുമെന്ന് പറഞ്ഞ കരം കൊണ്ട് നീ ചിലത് എഴുതാൻ പോവാ. ആമേ. പത്മോസിന്റെ ദ്വീപിനകത്ത് കിടക്കുന്ന ആ വയോധികനായിരിക്കുന്ന അപ്പച്ചനെ കൊണ്ട് 7 സഭയ്ക്ക് ദൂതെഴുത മാത്രമല്ല, വരാനുള്ളതിനെ മുഴുവനെ എഴുത. ആ കൈക്കും വിരളെ അഭ്യസിപ്പിച്ചൊരു ദൈവമുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആരോട് ദൈവാത്ത പറയുന്നു, നാമെ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ കരത്തെ ബലപ്പെടുത്തി, ആമേൻ, നിന്റെ വാക്തത്വത്തെ ഉറപ്പിച്ച് നീ ആരാകുമെന്ന് ദൈവം സംസാരിച്ചിട്ടുണ്ട്. അതേ ലെവലിലേക്ക് നിന്നെ കൊണ്ടുവരുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ശക്തമായി ഇടപെടുകയാണ്. ഹല്ലേലൂയ. രക്തത്താലും വചനത്താലും ചെയ്യും. അതുകൊണ്ട് ബർബരന്മാർ നോക്കി നിൽക്കുക ഇവന്റെ മരണം. ചിലരൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് നിന്റെ തകർച്ച കാണാൻ, നിന്റെ മരണം കാണാൻ. പക്ഷെ നടന്ന സംഭവം എന്താ? വചനത്തിൽ എന്താ നാം വായിച്ചത്? ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നത് ബർബരന്മാർ നോക്കി നിൽക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ഈ മനുഷ്യന്റെ കൊലപാതകം, പിന്നെ കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി, ആ പദം ഒന്ന് ചിന്തിച്ചോണേ, ഇവനെ ജീവിച്ചിരിക്കാൻ സമ്മതിക്കുന്നില്ല. ജീവിക്കണമെന്നുണ്ട്, പക്ഷെ സമ്മതിക്കുന്നില്ല.
നമ്മെ നല്ലവണ്ണമൊക്കെ അല്ലേ, നമുക്ക് നല്ലവണ്ണം അതൊക്കെ ജീവിക്കണമെന്നുണ്ട്. പക്ഷെ ചില സാഹചര്യം നമുക്ക് അനുകൂലമല്ലാത്തത് കൊണ്ട് പുറത്തു വരാൻ കഴിയാതെ ഭാരപ്പെടുന്നവർ ഇന്ന് രാത്രി ഇതിനകത്തിരിപ്പുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ആത്മീയ സന്ദേശം പറയുക, നിങ്ങൾ ജീവിച്ചിരിക്കും. നിങ്ങൾക്കെതിരെ വെല്ലുവിളിച്ച വെല്ലുവിളികളുടെ നടുവിൽ നിങ്ങൾ ആയുസ്സോടെ പുറത്തു വരും. ദൈവാത്മാവ് ഇന്ന് രാത്രി ഇടപെടുന്നു. ചില മരണത്തിന്റെ കെട്ടിനെ തമ്പുരാൻ അഴിച്ചു മാറ്റാൻ പോവാ. ഇത് പുത്രന്റെ സീസണാണ് കേട്ടോ. അതുകൊണ്ട് ഇന്ന് രാത്രി ശക്തമായിട്ട് പ്രാർത്ഥിച്ചോ. പുത്രൻ നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോവാ. വലിയ കാര്യങ്ങൾ രാത്രി ചെയ്യാൻ പോവാ. ദൈവാത്ത പറയുന്ന ചിലതിന്, ചില വിഷപ്പാമ്പിന്റെ നടുവിൽ നിന്ന് ദൈവം ചിലരെ പുറത്തു കൊണ്ടുവരാൻ പോവാ. ചില അന്യാരാധനയ്ക്ക് അകത്തു നിന്ന് ദൈവം ചിലതിനെ പുറത്തു കൊണ്ടുവരാൻ പോവാ. ആമെ തകർത്ത് കളയുമെന്ന ആഭിചാര ക്രിയക്കകത്തുനിന്ന് ദൈവം ചിലതിനെ പുറത്തു കൊണ്ടുവരാൻ പോവാ. ചില മന്ത്രവാദ കെട്ടിനകത്തു നിന്ന് ദൈവം ചിലതിനെ പുറത്തു കൊണ്ടുവരാൻ പോവാ. ആയിരം ഇസബേലും നിനക്കെതിരെ എഴുന്നേറ്റാലും ഒറ്റയ്ക്ക് നിന്ന് പടവെട്ടാൻ നീ തയ്യാറാണെങ്കിൽ അത്ഭുതം ചില കുടുംബങ്ങൾക്കകത്ത് നടക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പ്രവചിച്ചു തൂതു പറയുന്നു. എന്തൊക്കെ ശക്തികൾ നിനക്കെതിരെ ആമെ ശക്തമായിട്ട് തലപൊക്കി എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ മഹിമ കണ്ട സാക്ഷികളെ ഇന്ന് രാത്രി കർത്താവ് ഇതിനകത്ത് എഴുന്നേൽപ്പിക്കാം. എത്ര രാമൻ പറയും, ദൈവം ചിലതിനെ എഴുന്നേൽപ്പിക്കാം. അന്തികാല ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം ചിലരെ പുറത്തു കൊണ്ടുവരുമെന്ന് കർത്താവിന്റെ ആത്മാവ് ഇന്ന് രാത്രി ശക്തമായി ഇടപെടും. മരണത്തിന്റെ ഘട്ടങ്ങൾ പലതും മാത്യു. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഞങ്ങളുടെ ദാസനോട് വ്യക്തമായി വിളിച്ചു പറയുന്നു, ദാവീദിനെ തകർത്ത് കളയാൻ ശൗലിന്റെ ഉള്ളിനകത്ത് ഈ വെപ്രാളം കയറാൻ കാരണമുണ്ട്. ഒരു ചെറിയ പാട്ട് കേട്ടത്, ചിലർക്ക് പാട്ട് കേട്ടാൽ മതി, അപ്പോഴേ സംഭവം ഇളകും. സ്വത്രം. ഹല്ലേലൂയ. ആമേൻ. പണ്ട് ഇസ്രായേൽ മക്കളെല്ലാം കൂടെ പാട്ട് പാടി, നല്ല പാട്ടാണ്. നമുക്കാണെങ്കിൽ പാട്ടിന് ഈണോ ഇല്ല, അല്ലാതെ മിക്കവാറും പേര് പാടാത്തതാ. സ്തോത്രം. ഹല്ലേലൂയ. വെപ്പുന്ന പാടുന്നവരുടെ പാടിപ്പിക്കത്തുമില്ല, അങ്ങനെയുണ്ട്. സ്തോത്രം. എന്നാൽ ഇസ്രായേൽ മക്കളെല്ലാം കൂടെ ഒരു പാട്ട് പാടി. എന്താ പാട്ട്? നല്ല പാട്ടായിരുന്നു. സ്തോത്രം. പാടുന്നവരൊക്കെ പിന്നെ പാടിക്കണം. ശൗൽ 1000 കൊന്നു, ദാവീദ് 10,000 കൊന്നു. ഈ പാട്ട് കേട്ടപ്പോ അവൻ അങ്ങ് ഇളകി. ആർക്കാ? അഭിഷേകം നട്ടപ്പെട്ട ശൗലിന് അങ്ങ് ഇളകി. ശൗല് പറഞ്ഞു, ഇനി ഇവനെ ജീവനോടെ വെച്ചാൽ ഇവൻ എന്നെക്കാളും മേളിക്കും. ഇന്ന് അതാണല്ലോ മൊത്തം. എന്നെക്കാളും മേളി കയറരുത്, എന്നെക്കാളും മേളി പോകരുത്, മേളിപ്പോയി അന്നേരം പിടിച്ച് താഴെ ഇടുക, ഇതൊക്കെയാണല്ലോ പരിപാടി. അപ്പൊ ശൗലിന്റെ ആത്മാവ് എന്ന് പറയുന്നത് ദാവീദിന്റെ ഉയർച്ചയ്ക്കെതിരാ. എന്നാൽ ദാവീദ് നിഷ്കളങ്കന നിന്നത് കൊണ്ട് 2 പ്രാവശ്യമാ ഇവൻ കൊണ്ട് ആയുധം എറിഞ്ഞത്. ദാവീദിന്റെ നെഞ്ചത്ത് തറയ്ക്കാൻ എറിഞ്ഞതാണെങ്കിലും 2 പ്രാവശ്യം ദാവീദിനെ ശൗലിന്റെ ആയുധത്തിൽ നിന്ന് വിടുവിച്ചു. മാറ്റി വെച്ചാൽ പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ ആത്മ ശക്തമായി പറയുന്നു, ദൈവം രക്ഷിച്ചു കൊണ്ടിരുത്തിരിക്കുക, ദൈവം വെടിപ്പിച്ചു കൊണ്ടിരുത്തിരിക്കുകയാ. എന്നാൽ ആത്മാവിൽ ഇങ്ങനെ ദൂതയുടെ കർത്താവിനെ കൈമാറാൻ പറയുക. പരിശുദ്ധാത്മാവ് രാത്രി ഇടപെടുന്നു. ആ എറിഞ്ഞ ആയുധത്തിൽ തന്നെ ഏത് ആയുധം അനുഭവിച്ചു അതേ ആയുധത്തിൽ ശൗൽ വധിക്കപ്പെട്ടു. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവാത്മ പറയുന്നു, ചിലത് തിരിച്ചടിക്കാൻ പോകട്ടോ. നിങ്ങൾക്ക് നേരെ അയച്ചുവിട്ട ചില ആയുധത്തെ ഇന്ന് രാത്രി ദൈവം മടക്കി അയച്ചത് നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ പോവാ. നിങ്ങളുടെ ഭവനത്തിൽ എന്ത് നടക്കണമെന്ന് ദുഷ്ടനാകുന്നവൻ വെല്ലുവിളിച്ചോ, അത് ഇന്ന് രാത്രി ആരാധനകൾ തിരിച്ചു പോകാൻ പോകുകയാണെന്ന് പറഞ്ഞാൽ അന്തരാത്മാവ് ചലിച്ചെന്ന് രാത്രി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. പരിശുദ്ധാത്മാവിന്റെ വലിയൊരു കൃപ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നിനക്കെതിരെ ഒരായുധവും ആയുധം എറിയുന്നവൻ എറിയട്ടെ. പക്ഷെ ഇന്ന് രാത്രി നിന്നെ സൂക്ഷിക്കേണ്ടത് എന്റെ തമ്പുരാന്റെ കടമയാ. ആരൊക്കെ ആയുധം എറിഞ്ഞാല് ഇന്ന് രാത്രി ചില ദാവീദുമാർ പുറത്തു വരാൻ പോകുക. ചില അഭിഷേകമുള്ളവരെ കർത്താവ് പുറത്തു കൊണ്ടുവരാൻ പോവാ. എത്ര നാളുകളായി ആയുധമറിയാൻ തുടങ്ങിയിട്ട്? ആയുധമറിയാൻ തുടങ്ങിയവിടെ നടുവിലൊക്കെ ദൈവം നമ്മളെ മാനിച്ചില്ലേ? രാത്രി കർത്താവിന്റെ ആത്മാ പറയുന്നു, അവിടെ നടുവിൽ തേജസ്സോടെ തന്നെ പുറത്തൊരു തേജസ്സോടെ ആരായുധമെറിഞ്ഞാലും ആയുധത്തിന് നടുവിൽ നീ തകരത്തില്ല, നീ രക്ഷപ്പെടും. നിന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി ദൈവം കൊണ്ടുവന്നതാ. അമ്മേ, ചില കർത്താവിന്റെ ആത്മാവ് ശക്തമായി പറയുന്നു. ആ ദൈവദാസൻ പ്രാർത്ഥിച്ചാട്ടെ. ആ കുടുംബത്തിനകത്തൊരു മഹത്വം ഇറങ്ങാൻ പോവാ. നിങ്ങളുടെ കുടുംബത്തിന് ഓരോന്നിനും
അതിനെ തകർത്ത് കളയാൻ ദുഷ്ടപിശാച് നിങ്ങൾക്കതിനെ അയച്ചപ്പെട്ട ചില ആവിചാര കുടുക്കുകൾ ഇന്ന് രാത്രി അയച്ചവന്റെ വീട്ടിലേക്ക് മടങ്ങി ചെല്ലുമെന്ന് ആത്മാവ് ദൂത് പറയുക. നിങ്ങളെ സ്വതന്ത്രമായി പുറത്തു കൊണ്ടുവരിക, നിങ്ങളെ ഫ്രീ മൈൻഡിൽ പുറത്തു കൊണ്ടുവരിക. ദൈവത്തിന് ഇന്ന് രാത്രി പദ്ധതിയുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുന്ന വെച്ചാൽ ഇത് കൃപായുഗമാ, ഇത് കൃപയുള്ളവന്റെ താഴ്വരയാ, ഇത് സ്തുതിക്കുന്നവന്റെ താഴ്വരയാ, ഇത് ആരാധിക്കുന്നവന്റെ താഴ്വരയാ. ശൂന്യപ്പെടുമെന്ന് പറഞ്ഞെടുത്ത നിറവ വെളിപ്പെടാൻ പോകുന്നത് എത്ര പേര് ആമേൻ പറയും? ആ ദൈവപുരുഷനോട് പരിശുദ്ധാണ് വീണ്ടും പറയുന്നു, അരാം പാളയം ശൂന്യപ്പെടുമെന്നാ പറഞ്ഞല്ലേ. എല്ലാവരും പറഞ്ഞ അരാം പാളയം ശൂന്യപ്പെടും. കാണാം ഇപ്പോ ആരാധനയില്ല, പാട്ടുമില്ല, ഗ്ലോറി ഇല്ല, സ്തോത്രവും ഇല്ല, എല്ലാം നിൽക്കാൻ പോവാ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേന് സ്തോത്രം 4 കുഷ്ഠരോഗികൾ ഐക്യമത്യപ്പെട്ടെന്ന വചനം വായിക്കുന്നത്. 4 കുഷ്ഠരോഗികൾ ഐക്യമത്യൊക്കെ നമുക്ക് കുഷ്ഠരോഗം വന്നിട്ട് കൈ അറിയാമല്ലോ, നമ്മുടെ കൈ പോലൊന്നും ഉള്ളതല്ല. ആമേ സ്തോത്രം, ആമേൻ, അത് പകുതി വരലുമില്ല. സ്തോത്രം, ഇവരെ 4 കുഷ്ഠരോഗികൾ ഐക്യമത്യപ്പെട്ട ആരാധന അങ്ങോട്ട് തുടങ്ങി, സ്തോത്രം തുടങ്ങി. പക്ഷെ ശത്രു പറഞ്ഞൊരു പദമുണ്ട്, സ്തോത്രം, നമുക്കെതിരെ ഒരു സൈന്യം എഴുന്നേറ്റിട്ടുണ്ട്. ആമേ, 4 പേർ ഒത്തപ്പോൾ ശത്രു ഭയന്നോടിയെങ്കിൽ ഇന്ന് രാത്രി ആ കുടുംബത്തോട് പറയും, ശൂന്യപ്പെടുത്തുമെന്ന് പറഞ്ഞെടുത്ത് ഒരു ആരവാരം മുഴങ്ങാൻ പോവാ. ശൂന്യപ്പെടുമെന്ന് പറഞ്ഞെടുത്ത ഒരു ദൈവ പ്രവൃത്തി അകത്ത് നടക്കാം. എത്ര പേര് ആമേൻ പറയും? പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, മരണം കാണാൻ കൊതിച്ചിരുന്ന പൗലോസിന് കടന്ന ജീവന കേട്ടോ. ഒന്നുകൂടെ ഞാൻ ആത്മാവിൽ എല്ലാവരും കേൾക്കാൻ ഞാൻ പറയാ, ആമ ഈ അണലി പല ദൈവദാസന്മാരെങ്കിലും ചുറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നാൽ വാക്തത്വമുള്ളവനെ ചുറ്റിപ്പോഴാണ് ഇവൻ വിവരമറിഞ്ഞത്. നിന്റെ മേൽ വാക്തത്വമുണ്ടെങ്കിൽ, നിന്റെ മേൽ അരുളപ്പാടുണ്ടെങ്കിൽ ചുറ്റുന്നവനൊക്കെ ചുറ്റിക്കോട്ടെന്ന്. പക്ഷെ ചിലത് വിവരമറിയുമെന്ന് ആത്മാവ് ദൂത് പറയുക. എത്ര പേര് ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നുണ്ട്? ജനം പ്രഭസ്മനാദിയ ഇന്ന് രാത്രി ദൈവാത്വ പറയുന്നു, അഭിഷേകമുള്ളവനെ എതിരെ ചുറ്റും. പക്ഷെ അണലി അധിക സെക്കൻഡ് ജീവിച്ചിരിപ്പം ദൈവം അനുവദിക്കാതെ വണ്ണം ദൈവത്തിന്റെ ആത്മ പൗലോസിനെ അവൻ പൊതിഞ്ഞു സൂക്ഷിച്ചതുപോലെ ചിലരെ കർത്താവ് ഭയങ്കരമായിട്ട് പൊതിഞ്ഞു സൂക്ഷിക്കാൻ പോകുക. ദൈവാത്മാവ് ഈ രാത്രി ശക്തമായി ഈ രാത്രി ജനത്തോട് പറയുന്നു, ദൈവം നിങ്ങളെ പരിപാലിക്കുന്ന രാത്രിയാണ്, ദൈവം നിങ്ങളെ ശക്തീകരിക്കുന്ന രാത്രിയാണ്. നിങ്ങളുടെ നീതിയുള്ള കരം കൊണ്ട് അപ്പൊ നിന്നെ താങ്ങുന്ന ദൈവമാണ്. ആ വചനം വായിക്കാൻ ആ ജന്തു അവന്റെ കൈമേ ചൂന്ന് ബർബരമാർ കണ്ടു. ഇവനൊരു കുലപാതകനാണ്, ഒരു സംശയമില്ല, ഒരു സംശയമില്ല. ആമേൻ. കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് നീതിദേവിനെ ജീവിച്ചിരിക്കാൻ സമ്മതിക്കുന്നില്ല. അടുത്തൊരു പദമുണ്ട്, അവൻ ആ ജന്തുവിനെ തീക്കകത്തോട്ട് കുടഞ്ഞു കളഞ്ഞു. ഇന്ന് രാത്രി എന്റെ മെസ്സേജിനെ വൈൻഡപ്പ് ചെയ്യാൻ ഞാൻ പോകുക. പരിശുദ്ധാത്മാവ് പറയുന്നു, ചിലത് നിന്റെ കയ്യിൽ നിന്ന് അഴിഞ്ഞു മാറാൻ പോവാ. നാളുകളായിട്ട് നിന്റെ കരത്തോട്, നിന്റെ കാൽപാദങ്ങളോട്, നിന്റെ ശരീരത്തോട് വെല്ലുവിളിച്ച് നിന്നെ ബന്ധിച്ചിട്ട ചില ബന്ധനത്തെ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് അഴിച്ചു മാറ്റി ഒരു മഹത്വം ഇന്ന് രാത്രി വെളിപ്പെടുത്തുന്ന രാത്രിയാ. നീ തകർന്നു പോകാം, ദൈവം അനുവദിക്കത്തില്ല. നീ വീണു പോകാം, ദൈവം അനുവദിക്കത്തില്ല. നിന്റെ കണ്ണുനീര് കാണാൻ നോക്കുന്നവരുടെ നടുവിൽ നീ ഒരു മഹത്വമായി പുറപ്പെടുന്നത് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, നീ ഒരു മഹത്വമാകാൻ പോവാ. നീ ദൈവത്തിന്റെ മഹത്വം ചുമക്കുന്നവളായി മാറാൻ പോകുക. റോസി ജോൺ, പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കുന്ന ആ വല്ലഭന്റെ കരം ഒരു രാത്രി ഏദോമിനകത്ത് ഇറങ്ങിയതുപോലെ ഇന്ന് രാത്രി ആ മഹത്വം ഇറങ്ങാൻ പോവാ. ഒറ്റ രാത്രി കൊണ്ട് ബദാംഗമ്പ് പൂത്ത് പുറത്തു വന്നതുപോലെ ഇന്ന് രാത്രി ദൈവത്തിന്റെ മഹത്വം ഇറങ്ങാൻ പോവാ. നാളെ കാണാൻ പോകുന്ന വിടുതലുകള് തമ്പുരാൻ ഇന്ന് രാത്രി ഡിക്ലെയർ ചെയ്യുകയാ. അടച്ചതിനെ ഇന്ന് രാത്രി തുറക്കുന്ന രാത്രിയാ. എഴുതിയിട്ട് പ്രാർത്ഥിച്ച നാളത്തെ ദിവസം ചില മഹത്വം കാണാൻ പോവാ. നാളത്തെ ദിവസം ഒരു അത്ഭുതം കാണാൻ പോവാ. ഇന്നലെ വരെ പിശാച് അടച്ചതിനെ ഇന്ന് രാത്രി ആത്മാവ് തുറക്കുന്ന രാത്രി എന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇടപെടുകയാ. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഏറ്റെടുത്താമേം പറഞ്ഞോണം. ഒരു ദൈവിക വെളിപ്പാട് ജനത്തിന് നടുവിൽ ഞാൻ കൈമാറുകയാണ്. ഇസഖാക്ക് വിതച്ച വർഷം വചനം വായിക്കുന്നു, ആ ഇസഖാക്ക് വിതച്ച ആണ്ടിൽ തന്നെ ഇസഖാക്ക് കൊയ്തു.
ഒരാമേ പറയാമോ? ഇസഖാക്ക് വിതച്ച ആണ്ടിൽ തന്നെ ഇസഖാക്ക് കൊയ്തു. അങ്ങനെയാണെങ്കിൽ 2025 വിതച്ചിട്ടാണ് ഈ രാത്രി സൂം മീറ്റിങ്ങിന് വന്നെങ്കിൽ അത് 26 കൊയ്ത്ത് മാറ്റത്തില്ല. ഹാർവസ്റ്റ് ഈ വർഷം തന്നെ നടക്കും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നിന്റെ ജോലിയിൽ ഹാർവസ്റ്റ് നടക്കാൻ പോകുകയാ. നിന്റെ മിനിസ്ട്രിയിൽ ഹാർവസ്റ്റ് നടക്കാൻ പോകുകയാ. ഓ, ഇതുവരെ നടക്കാത്ത ദൈവപ്രവൃത്തി ഈ വർഷം തീരുന്നതിന് മുമ്പ് നീ വിതച്ചതിന്റെ കൊയ്യും. എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്ന ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് പറ, ഇതെന്റെ കൊയ്ത്തിന്റെ വർഷമാ. ആമേൻ. ഇന്ന് രാത്രി ചിലരെ നോക്കി ദൈവാത്ത പ്രവചിക്കുകയാ. ഈ വർഷമൊക്കെ നിങ്ങൾ വിതച്ചതാണ്, പക്ഷെങ്കിൽ അടുത്ത വർഷത്തെ കൊയ്ത്ത് മാറ്റാമെന്ന് എന്റെ കർത്താവ് പറയില്ല. കർത്താവ് പറയും, ഇനി 2026 ഡിസംബർ ലാസ്റ്റ് കൊയ്യാന്ന് പറഞ്ഞില്ല. ഈ വർഷം കഴിഞ്ഞ ഈ വർഷം വിതച്ചവർ ഈ വർഷം കൊയ്ത്തുണ്ട്. ഒരാമേ പറയാമോ? ഇങ്ങനെ വർഷവും മാസം കഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ അങ്ങ് ചങ്കടിച്ചിരിക്കുക. കർത്താവ് പറയും, ആണ്ട് കഴിയുന്നതിന്റെ മുമ്പ് നിന്റെ പ്രവൃത്തി വെളിപ്പെടുത്താൻ കേട്ടോ. ലിനിമോൻസിയാണ്ടി പ്രാർത്ഥിച്ചോ? കർത്താവ് ഇന്ന് രാത്രി പ്രവർത്തിക്കുന്നു. ആലോചന നിറകുടമാണെങ്കിലും ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു, ഈ ആണ്ടിൽ തന്നെ ഒരു ഹാർവസ്റ്റ് ഉണ്ട് കേട്ടോ. ജൂഡവനെ കൊയ്ത്ത് കാലം വിളഞ്ഞു കിടക്കുക. യഹൂദയും ഞാൻ നിന്റെ സ്ഥിതി മാറ്റുമ്പോൾ നിനക്ക് ഞാനൊരു കൊയ്ത്ത് വെച്ചിട്ടുണ്ടെന്നാ പറയുന്നത്. റീമാന്റെ കർത്താവിന്റെ ദാസി പ്രാർത്ഥിച്ചു. നിങ്ങളെ കർത്താവ് ഭയങ്കരമായിട്ട് അപേക്ഷിച്ച ചില ചോദ്യചിഹ്നത്തിന് നടുവില. ഹല്ലേലൂയ. ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ട് എവിടെ വിടുതലെന്ന് ആമെ കൂടെ നിൽക്കുന്നവർ പോലും ചോദിച്ചിട്ട് ആ ചോദ്യത്തിന് മറുപടിയില്ലെന്ന് ഓർത്ത് ഭാരപ്പെടുമ്പോൾ ദൈവാത്മാവ് ഇന്ന് രാത്രി ഒരു ദൈവ ശബ്ദമായിട്ട് വിളിച്ചു പറയുന്നു, ഒരു ഹാർവസ്റ്റ് ആരംഭവുക. ഓ രാമ ശഖാനാസിയ, വിതച്ചതിനെ ദൈവദാസി ഇന്ന് രാത്രിയിൽ ഈ ദൈവത്വ പറയുന്ന ഈ വർഷം കഴിയുന്നതിന് മുമ്പ് ദൈവാത്മാവ് 2025 തന്നെ അത് ഹാർവസ്റ്റ് ആക്കി വെളിപ്പെടുത്തും. എത്ര പേര് ഇന്ന് രാത്രി നന്ദി പറയും? വിതച്ചത് വെറുതെയല്ല, അത് കൊയ്ത്തിന്റെ നാളുകളെന്ന് ഇന്ന് രാത്രിയിലെ മാത്രം ശക്തമായ ദൂത് പറയുക. കഴിഞ്ഞ ദിവസം കർത്താവിനെ ഏൽപ്പിച്ച ഒരു ദൈവിക വെളിപ്പാട് പറഞ്ഞിട്ട് അതിന്റെ 10 മിനിറ്റ് ഉണ്ടല്ലോ. സ്തോത്രം, പ്രാർത്ഥിക്കാം. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പറയുന്നു. ആമേൻ, ഹല്ലേലൂയ. ഈ അബ്രഹാം ഒരു കിണർ കുഴിച്ചു. അത് ചണ്ടയിട്ട് വഴക്കുണ്ടാക്കി ഇവന്മാരെല്ലാം മണ്ണിട്ടങ്ങ് മൂടി. സ്തോത്രം പറയാമോ? ഈ വഴക്കുണ്ടാക്കാൻ വേണ്ടി ഓർത്തോണം ഇത് മിക്കവാറും അടയാനാണ്. സ്തോത്രം, ഹല്ലേലൂയ. വഴക്കുണ്ടാക്കിയതെല്ലാം അങ്ങ് അടച്ചു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇസഖാക്ക് കുഴിച്ചു. ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു, എനിക്ക് ഒത്തിരി കാര്യം പറയാനുണ്ടെങ്കിൽ പെട്ടെന്ന് പറയാം. അവൻ അവസാനം ആ സ്ഥലത്തിന് അവൻ പേര് ബർശേബ എന്ന പേരിട്ട്. എന്താണ്? ബർശേബ എന്ന പേരിട്ട്. ഈ ബർ എന്ന വാക്കിന്റെ അർത്ഥം 7 എന്നും ഷേബ എന്ന വാക്കിന്റെ അർത്ഥം കിണറെന്ന. ചേർത്ത് വായിച്ചാട്ടെ 7 കിണർ. ഒറ്റ കിണർ കുത്തിയവന് 7 കിണർ ദൈവം തുറന്നു. രാമയും പറയാമോ? ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒരു വിഷയത്തിന് നീ കരം വെച്ചെങ്കിൽ നിനക്ക് ഉന്നതമായ ഡോറ് തുറക്കാൻ പോവാ. ഹല്ലേലൂയ. നിന്റെ അപ്പൻ കുഴിച്ച മൂടിയെങ്കിലും തലമുറകൾ കുഴിക്കാൻ പോവാ. എത്ര പേര് ആമേൻ പറയും? ഹല്ലേലൂയ. നീ ഒരു ബർസേബിലേക്ക് മൂവ് ചെയ്യാൻ പോവാ. ചിലര് ദൈവാത്മ രാത്രി ശക്തമായി ഇടപെടുന്നു. നിങ്ങൾ ബർസേബിലേക്ക് മൂവ് ചെയ്യാൻ പോവാ. ലിസി ബാബു ബർസേബിലേക്ക് മൂവ് ചെയ്യാൻ പോവാ. റമാന ദേരേസി ആന്തരേ ഒരു കിണറുള്ള സ്ഥലമാ. പക്ഷെ നിന്റെ തലമുറ ഒരു ബർസേബിലേക്ക് മൂവ് ചെയ്യാൻ പോവാ. വർഗീസ് വോൾ ബർസേബ. എല്ലാരും പറഞ്ഞാട്ടെ, ഇന്ന് രാത്രി 7 കിണറുള്ള സ്ഥലത്തേക്ക് എന്റെ തലമുറ മൂവ് ചെയ്യാൻ പോകുകയാണെന്ന് പറഞ്ഞ. ഹല്ലേലൂയ. എല്ലാവരും അല്പസമയം പ്രാർത്ഥിച്ചാണ്. ഇന്ന് രാത്രിയിൽ പരിശുദ്ധ ചിലരെ തൊടുകയാ. പരിശുദ്ധ ചില കുടുംബത്തെ തൊടുകയാ. ഒരു വിഷയത്തിന് നീ ഇറങ്ങിയതാ, ഒരു കെട്ടുപൊട്ട നീ ഇറങ്ങിയതാ. പക്ഷെ ഇന്ന് രാത്രി നിനക്കോട് തുറക്കാൻ പോകുന്നത് ഒരു സാധാരണ വഴിയല്ല. ശ്രേഷ്ഠമായി ഇതിനെ തുറക്കാൻ പോവാ. നീ ഒത്തിരി ഭാരം സഹിക്കുന്നവരാ, നീ ഒത്തിരി നിരാശപ്പെടുന്ന ഇന്ന് രാത്രിയിൽ ദൈവത്തെ ചിലരെ തൊടുന്നു, ചില ആന്റിമാരെ തൊടുന്നു, ചില ദൈവദാസന്മാരെ തൊടുന്നു, ചില പിതാക്കന്മാരെ തൊടുന്നു. ഇന്ന് രാത്രി ദൈവത്തെ പറയുന്നു, നിനക്ക് വേണ്ടി ഉന്നതമായ നീ മനസ്സിൽ പോലെ ചിന്തിക്കാത്ത അവൻ വഴികൾ തുറക്കുന്നു. ഇന്ന് രാത്രി ചിലതിനെ കുടഞ്ഞുകളയാൻ തയ്യാറായ അത്ഭുതങ്ങൾ നിങ്ങളുടെ ലൈഫിനെ തിരിക്കുന്ന ഒരു അഭിഷേകം ഇന്ന് രാത്രി ഇറങ്ങുകയാ. യേശുവിന്റെ നാമത്തെ ചിലതിനെ തിരിഞ്ഞു വരാമോ, ചിലതിനൊക്കെ ടേൺ ചെയ്യിപ്പിക്കാൻ പോവാ. ഒരു കിണർ കുഴിക്കാൻ വേണ്ടി പോയ പോക്കാ. ഇപ്പൊ നിൽക്കുന്ന 7 കിണറുള്ള സ്ഥലത്താ. തലമുറയോർത്ത് കണ്ണും പൊട്ടി സ്വത്രം പറഞ്ഞോണം.
ദൈവാത്മ പറയുന്നു, ഒരു ചെറിയ കാര്യത്തിന് തുടങ്ങിയതാ, പക്ഷെ നിന്റെ തലമുറ എത്തപ്പെടാൻ പോകുന്നത് ആ ബർശബയില. നല്ല രാമയും പറയാമോ? ബർശബയിൽ 7 കിണറുകളുടെ തൊട്ട് ആ ഉന്നതമായ ഡോറിലേക്ക് നിന്റെ തലമുറ നീങ്ങുമെന്ന് ദൈവാത്മാവ് ദൂത് പറയുക. ഒത്തിരി കരഞ്ഞതല്ലേ സഹോദരങ്ങളെ? ഒത്തിരി കരഞ്ഞതല്ലേ? ഒത്തിരി ഒറ്റപ്പെട്ടതല്ലേ? എന്തുമാത്രം ചങ്കടിച്ച് നിലവിളിച്ചതാ. ഇന്നും എന്റെ കുഞ്ഞിനൊരു മാറ്റമില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളെ നോക്കി ദൈവാത്മാവ് ദൂത് പറയുക. നിങ്ങൾ കാണും നിന്റെ കുഞ്ഞ് ബർശബയെ നിൽക്കുന്നത്. നിങ്ങൾ കാണും 7 കിണറുള്ളതിൽ നിന്ന് എന്റെ തലമുറ കോരിക്കുടിക്കുന്നത്. ഇന്നലകളെ അടച്ചോടെ പറ, ഇല്ലടാ നിനക്കെന്റെ സന്തതി ഉറവയെ ഇനി അടയ്ക്കാൻ കഴിയത്തില്ല. ഊറാബ ശമന. ഇന്നലെ മണ്ണുകൊണ്ട് അടച്ചോടെ പറ, ഇനിയും നിനക്കെന്നെ അടയ്ക്കാൻ കഴിയത്തില്ല. ഇനി ഞങ്ങൾ തുറന്നു പുറത്തു വരാൻ പോകുകയാണ്. ഇന്ന് രാത്രി ചില തലമുറ ഡോറിനെ ദൈവം തുറക്കാൻ പോവാ. ദൈവദാസന്മാരെ, ആസയില് വഴി അടച്ചത് പരിശുദ്ധാത്മാവാ. മിഥുനിലേക്ക് പോകാനുള്ള വഴി അടച്ചത് യേശുവിന്റെ ആത്മാവാ. ഇത് രണ്ടും അടച്ചപ്പോൾ പ്രാർത്ഥന മുറി തിരക്കിപ്പോയിട്ട് മുട്ടയിൽ നിന്ന് പൗലോസിനോട് പറഞ്ഞു, നാളെ നീ ഒരു മാസഡോണിക്കാരനെ കാണും, മക്കതോനിക്കാരനെ കാണും. എന്ന് പറഞ്ഞാൽ ഒരു യൂറോപ്പ് വംശകരനെ കാണും. ഇന്ത്യക്കാരനെ അല്ല, ഏഷ്യക്കാരനെ അല്ല, യൂറോപ്പുകാരനെ. എങ്ങനെ ഇവിടെ വരുന്നത്? ഇന്ന് രാത്രി ദൈവാത്മ പറയുന്നു, ചില ദൈവാത്മ നിങ്ങൾ ചിലരുമായിട്ട് കണക്ഷൻ ആകാൻ പോകട്ടോ. നിങ്ങളുടെ തലമുറകൾ ഉന്നത രാജ്യമായിട്ട് കണക്റ്റഡ് ആകാൻ പോവാം. ചിലരെ ദൈവത്തിന്റെ രാത്രി വ്യക്തമായി തുടങ്ങുക. ഞാൻ ആത്മാവിൽ കാണുകയാ. റൈമാറ്റ് സനാധിയ, നിന്റെ വഴി അടഞ്ഞെന്നോർത്ത് പേടിക്കണ്ട. നിനക്ക് ഇവിടെ ഉന്നത റിലേഷൻ ഉണ്ടാകാൻ പോവാ. ആമേൻ. പൗലോസിനോട് പറഞ്ഞു, നാളെ നീ ഒരു മക്കതോന്യക്കാരനെ കാണും, അവൻ മുഖാന്തരം മക്കതോനിലേക്ക് യാത്ര ചെയ്യും. റീമാനക്കട് ചിലക്ക് യൂറോപ്പ് വഴികൾ തുറക്കാൻ പോവാ. ചില സന്തതിയിൽ എത്തേണ്ടടുത്ത് എത്താൻ പോവാ. നീ പോലും യാത്ര ചെയ്യാത്ത മേഖലകൾ നിന്റെ തലമുറ ദൈവം യാത്രയിപ്പിക്കാൻ പോവാ. അതാ വചനം പറഞ്ഞു, അബ്രഹാം ചെല്ലാത്ത സ്ഥലം ബർശബയാണെങ്കിൽ ഇസഹാക്കിനെ ബർശബയിൽ ദൈവം എത്തിക്കാൻ പോകുക. എത്ര അമ്മമാർ സ്വത്രം പറയാൻ തയ്യാറുണ്ട്? നിന്റെ നിലവിളികളുടെ ആഴ മനസ്സിലാക്കി ഇന്ന് രാത്രി കർത്താവ് ചെയ്യാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ശക്തമായി പ്രവചിക്കുന്നു, നിന്റെ തലമുറ ചിലത് കാണും. നിന്റെ തലമുറ ഒരു മഹത്വം കാണും. നിന്റെ തലമുറ ഒരു മഹത്വം കാണും. ഒത്തിരി കഷ്ടപ്പെട്ടതല്ലേ? ഒത്തിരി കരഞ്ഞതല്ലേ? ഒത്തിരി വീട്ടിൽ നിന്ന് വന്നതല്ലേ? നിന്റെ കുഞ്ഞുങ്ങളെ വളർത്തുന്ന കാണട്ടെ, നിന്റെ മോള് രക്ഷപ്പെടുന്ന കാണട്ടെ, നിന്റെ മോൻ പഠിക്കുന്ന കാണട്ടെ എന്നൊക്കെ പറഞ്ഞവരൊക്കെ അവിടെ ഇരിക്കട്ടെ. പക്ഷെ നിന്റെ തലമുറ വാക്തത്വത്തിലേക്ക് കയറാൻ പോവാ. നിന്റെ തലമുറ ബർസയിലേക്ക് മൂവ് ചെയ്യാൻ പോവാ. എന്നോട് ആത്മാവ് ഇങ്ങനെ ഇടപെടുക കേട്ടോ. ദൈവദാസന്മാരത് പ്രാർത്ഥിച്ചോണേ. കർത്താവിന്റെ ആത്മാവ് ശക്തമായി ഇടപെടുന്നു. നിന്റെ തലമുറ നീ കണ്ട വെളിപ്പാടിലേക്ക് കയറാൻ പോവാ. നിന്റെ തലമുറ ചിലതിനെ കുടയാൻ പോവാ. ദൈവദാസന്മാരെ അടഞ്ഞു കിടക്കുന്ന ഉറവകളെ, ചില യാത്രകൾ, ചില അഭിഷക്തന്മാർക്ക് ഒരുങ്ങാൻ പോവാ. പൗലോസേ, ഇവിടം കൊണ്ട് തീരുമെന്നല്ലേ ചിന്തിച്ചത്, പക്ഷെ അണലി നിന്നെ ഒന്നും ചെയ്യത്തില്ല. എടാ, ഇന്നലത്തെ കാറ്റിന് നിന്നെ ഒന്നും ചെയ്യാൻ പറ്റും. പിന്നാണ് ഈ അണലി. ഇന്ന് രാത്രി ആരൊക്കെ നിനക്കെതിരെ തലപൊക്കിയാൽ അതിനെ കുടഞ്ഞു കളയാൻ അകത്തെ തീയുടെ ബലമുള്ളവർ ഇന്ന് രാത്രി നന്ദിയോടവനെ ആരാധന കൊടുത്താട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അത്ഭുതം നടക്കട്ടെ, ചില വിടുതലുകൾ നടക്കട്ടെ, ചില ദൈവ പ്രവർത്തികൾ നടക്കട്ടെ. റൈമാസ്മിയാധന അംദൽഖമാനഘടക, ചില ഉറവകൾ തുറക്കുന്നു, ചില നന്മകൾ ഓപ്പൺ ആകുന്നു. റൈമാറ്റ് സനാസിയ, അടഞ്ഞതിനെ തുറക്കുന്ന രാത്രി എന്ന പരിശുദ്ധ ഇടപെടുന്നു. ആ ജന്തുവിനെ അവൻ കുടഞ്ഞു കളഞ്ഞു. അടുത്തൊരു പദം കൂടെ, ദോഷം ഒന്നും. പറഞ്ഞ തൊട്ട ദോഷമാണ്, തൊട്ട കൈ പറയ്ക്കും എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ കർത്താവ് പറഞ്ഞു, ആ വചനം പറയുന്നു, അവനെ അടിച്ചു, അവന് കുടഞ്ഞു കളഞ്ഞു, പക്ഷെ ദോഷമൊന്നും പറ്റില്ല. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയ്ക്കാം. ദോഷമൊന്നും പറ്റില്ല, ഒരു ദോഷവും പറ്റില്ല. ദോഷം പറ്റില്ല. കുടയാൻ തയ്യാറാകുക. എന്നിട്ട് ആ കൈ കൊണ്ട് ലേഖനം എഴുതേണ്ടതാ. ആ കൈ കൊണ്ട് രോഗികളെ സൗഖ്യമാക്കേണ്ടതാ. ആ കൈ കൊണ്ട് വേണം ആമയും പറയേണ്ട ആ കൈ കൊണ്ട് ആത്മാവിൽ ആരാധിക്കേണ്ട കാര്യം. അതേക്കറിയാൽ ഇവൻ കയറി പിടിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി അതിന്റെ കെട്ടിനെ തമ്പരൻ അഴിച്ചിട്ട് പറയുന്നു, ആമേൻ, നിന്നെ റോമയിൽ എത്തിക്കാൻ ദൈവം വിളിച്ചതാണെങ്കിൽ ഈ പാമ്പിനെ നിന്നെ തടയാൻ പറ്റത്തില്ല. എല്ലാവരും പറഞ്ഞാട്ടെ, എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ. എന്നെ തടയാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല, ഒരു അന്ധകാരത്തിനോ നാഭിചാരത്തിനോ ക്ഷുദ്രശക്തികൾക്ക് കഴിയത്തില്ലെന്ന് ശക്തമായിരിക്കുന്ന ദൈവ വിടുതൽ രാത്രി നടക്കട്ടെ. ദൈവത്തിന്റെ ഭയങ്കരമായിരിക്കുന്ന സാന്നിധ്യം
ഇന്ന് രാത്രി വെളിപ്പെടുവാൻ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ചിലതിനെ കുടഞ്ഞു കളയാൻ ഞങ്ങളുടെ മേൽ ഭയങ്കര പ്രേരണ നടക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ അന്ധകാര പോരുകളിൽ ശാസിക്കുന്നു. അഭിഷേകത്തിനെ കുടുംബത്തെ കർത്താവ് മാനിക്കണം. സ്ഥാപിച്ചാനെയും കുടുംബത്തെ കർത്താവ് മാനിക്കണം. എല്ലാവരെയും കർത്താവ് സമർത്ഥിയാണ്. ദൈവദാസന്മാർ എല്ലാവരും സമർത്ഥിയായിട്ട് മാനിക്കണം. നന്മയ്ക്കാ ചെയ്യണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.